ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കച്ചാം റീഡിംഗ് അല്ലെങ്കിൽ പിക്കക്കാർഡ് റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറയുന്നത് നവംബർ 2025 നിങ്ങൾക്ക് എങ്ങനെയാകും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ 3 കാർഡുകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഇതാണ് ഗ്രൂപ്പ് 1 ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. ഓക്കെ, ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന സന്ദേശങ്ങൾ മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കണം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1 റീഡിംഗിലേക്ക് കടക്കാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ നമസ്കാരം ഗ്രൂപ്പ് 1. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ കാർഡ് ആണ് നിങ്ങളുടെ ഇതായിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു നവംബർ മാസത്തേക്ക് പൊതുവായിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് ഈ കൊടുക്കുന്നത്. ഓക്കെ, സീക്ക് സോളിറ്റ്യൂഡ്, ദ ആൻസർ നീഡ്സ് റിഫ്ലക്ഷൻ. അതായത് ഏതൊരു കാര്യത്തിലും നിങ്ങൾക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റാണ്ടാകുമ്പോൾ നവംബർ മാസത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റാതാകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അവസാനിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്ത് പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലും ജീവിതത്തില് നവംബർ മാസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുക. ഡിസ്ട്രാക്ഷനിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, മനസ്സമാധാനത്തോടെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്, നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നവംബർ മാസത്തിൽ ഇതാണ് നിങ്ങൾക്കുള്ള ഒരു പ്രധാന എന്താ പറയണ്ടേ ഗൈഡൻസ്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് നവംബർ മാസം പൊതുവെ നിങ്ങൾക്ക് എങ്ങനെയാകും എന്നുള്ളത് നമ്മൾ നോക്കുന്നു. അത് ഓരോ ആഴ്ചയ്ക്കും ഓരോ കാർഡ് വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. 4 ആഴ്ചയാണ് ഉള്ളത്. അപ്പൊ ആ 4 ആഴ്ച എങ്ങനെയാകും നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, ഞാൻ എന്താ വെച്ചാൽ ഒരു കാർഡ് വെച്ചിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നവംബർ മാസം 2ാമത്തെ ആഴ്ച പൊതുവെ ഗ്രൂപ്പ് 1 എങ്ങനെയാകും. നവംബർ മാസത്തിലെ 3ാമത്തെ ആഴ്ച കാർഡുകളൊക്കെ ഒത്തിരിക്കുകയാണ്, എല്ലാം ഷഫിളായിട്ട്. നവംബർ മാസത്തിലെ 3ാമത്തെ ആഴ്ച ഓക്കെ, 2 കാർഡ് തന്നെയാണ് 3ാമത്തെ ആഴ്ചയുടെ കാര്യത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പം ഞാനിത് ഒരു സൈനായിട്ട് സ്വീകരിച്ചത് അങ്ങനെ തന്നെ എടുക്കുകയാണ്. ഇങ്ങനെ വെക്കാൻ സാധിക്കുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യ ആഴ്ച പ്രത്യേകം നവംബർ മാസത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വിവാഹമൊക്കെ നോക്കുന്ന വ്യക്തിയാണെങ്കിൽ വിവാഹം ഉറയ്ക്കാൻ ഒരു സാധ്യത കാണുന്നു. അങ്ങനെ അല്ലെങ്കിൽ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകുന്നത്, അങ്ങനെ പൊതുവെ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം അനുഭവിക്കുന്ന, സപ്പോർട്ട് അനുഭവിക്കുന്ന, നിങ്ങൾക്ക് ഒരുപാട് അധികം സന്തോഷം, മനസ്സിന് സന്തോഷം അനുഭവിക്കുന്ന ഒരാഴ്ചയാണ് ആദ്യ ആഴ്ച, നവംബർ മാസത്തിലെ ആദ്യ ആഴ്ച എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ അത്രയും സ്നേഹിക്കുന്നവരൊക്കെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ ചുറ്റുമുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഈ ആദ്യ ആഴ്ചയിൽ ഉണ്ടാകുന്നതാണെന്ന് കാണുന്നു. ഈ പറഞ്ഞ പോലെ ഒരു ബന്ധങ്ങളിൽ പുതിയ തുടക്കങ്ങളുടെ ഒരു സാധ്യത കാണുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ തുടക്കങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും ഒരു സംതൃപ്തിയും തരുന്ന രീതിയിലുള്ള തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ നവംബർ ആദ്യ ആഴ്ചയിൽ തന്നെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു.
രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ പുതിയ കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ആ പഠിച്ചെടുക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റിന്റെ എനർജി ഉണ്ട്. പിന്നെ ഈ പറയുന്ന വിവാഹമൊക്കെ ഉറക്കുക എന്ന് പറയുമ്പോൾ അത് ഫൈനലൈസ് ചെയ്യുന്നത് മിക്കത് ഈ നവംബർ രണ്ടാമത്തെ ആഴ്ചയിലായിരിക്കാം. അപ്പൊ അങ്ങനെയാകുമ്പോൾ അതൊരു കമ്മിറ്റ്മെന്റ്, ലോങ് ടേം കമ്മിറ്റ്മെന്റിലേക്ക് കടക്കുന്നതായിട്ട് കാണുന്നു. പിന്നെ പൊതുവേ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ലോങ് ടേം അതായത് കുറെ നാളുകളിലേക്കുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ ആഴ്ചയിൽ വരുന്ന കാര്യങ്ങളൊക്കെ, രണ്ടാമത്തെ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന പല നല്ല കാര്യങ്ങളും അത് ലോങ് ടേമിലേക്കുള്ളതായിരിക്കും. ഓക്കെ, കുറച്ച് നാള് വന്നു പോകാനുള്ളതല്ല, കാലാകാലങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള തരത്തിലുള്ള മാറ്റങ്ങൾ, പ്രത്യേകിച്ച് മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ലോങ് ടേമിലേക്കുള്ളതാണ് എന്ന് കാണുന്നു. മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോഴാണ് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ഇവിടെ വന്നിട്ടുള്ളത്, ക്യൂൺ ഓഫ് കോയിൻസ്. ഓക്കെ, സ്റ്റെബിലിറ്റി, ജീവിതത്തിൽ തന്നെ സ്റ്റേബിൾ ആകുന്ന, ബാലൻസ്ഡ് ആകുന്ന ഒരു എനർജി, ജീവിതം തന്നെ മാറി മറിയുന്ന ഒരു എനർജി. ഓക്കെ, ഒരുപാട് ഭാഗ്യം ഉണ്ട് എന്ന്, നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യമുള്ള ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുന്ന ഒരു ആഴ്ച കൂടിയാണ് നവംബറിലത്തെ മൂന്നാമത്തെ ആഴ്ച എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ജോലിയിലോ ആ സ്റ്റെബിലിറ്റിയും സെക്യൂരിറ്റി ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഓക്കെ ഈ ഒരു മൂന്നാമത്തെ ആഴ്ചയാണെന്ന് കാണുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള പല സംഭവങ്ങളും ഈ മൂന്നാമത്തെ ആഴ്ച സംഭവിക്കാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയറിലെ സാമ്പത്തിക സ്ഥിതിയിലൊക്കെ. അത് നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയണ്ടേ, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നതായിരിക്കും. ഓക്കെ, ഒരുപാട് നിങ്ങൾക്ക് സന്തോഷം തരുന്നതായിരിക്കും. നിങ്ങൾ വളരെയധികം സർപ്രൈസ്ഡ് ആകും. പക്ഷെ അതായത് ഈ പ്രതീക്ഷിക്കാത്തതാണ്, പക്ഷെ അതേസമയം അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ്. നിങ്ങൾ അതിൽ വളരെയധികം സന്തോഷിക്കുകയും ഈശ്വരനോട് നന്ദി പറയാനും ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടും കാണുന്നു. പിന്നെ ജീവിതം പൊതുവെ ഒരു സ്റ്റേബിൾ, ബാലൻസ്ഡ് ആയി എന്നുള്ളൊരു കൺഫർമേഷൻ നിങ്ങൾക്ക് ഈ നവംബർ മൂന്നാമത്തെ ആഴ്ചയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി അവസാനത്തെ ആഴ്ചയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ഇമോഷൻസ്, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, അതിൽ നിന്നെല്ലാം നിങ്ങൾ സ്വതന്ത്രരാകുന്നതായിട്ട് കാണുന്നു. അതിൽ നിന്നൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകണം. അതൊക്കെ ഉപേക്ഷിച്ച് നിങ്ങൾ മുൻപോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഈ അവസാനത്തെ ആഴ്ചയിൽ കാണുന്നത്. ഓക്കെ, അത്തരം ചിന്തകളൊക്കെ അനാവശ്യമാണ്, അതിലൊന്നും ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാകുകയും അങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സ്, ഓക്കെ, പൊതുവെയുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിന്നെല്ലാം നിങ്ങളെ തന്നെ സ്വതന്ത്രരാക്കുന്നത്, റിലീസ് ചെയ്യുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി കരിയറുമായി ബന്ധപ്പെട്ട് നവംബർ മാസം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. കരിയറുമായി ബന്ധപ്പെട്ട് നവംബർ മാസത്തിലെ ആദ്യ ആഴ്ച എങ്ങനെയായിരിക്കും ഗ്രൂപ്പ് 1? ഓക്കെ, രണ്ടാമത്തെ ആഴ്ച, നവംബർ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ച കരിയറുമായി ബന്ധപ്പെട്ട് എങ്ങനെയാകും? മൂന്നാമത്തെ ആഴ്ച നാലാമത്തെ ആഴ്ച ഓക്കെ. അപ്പോൾ നവംബർ മാസത്തിലും ഈ ആദ്യ ആഴ്ചയിൽ നിങ്ങൾക്ക് കരിയറുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് സ്ട്രഗിൾസ് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ശരിക്കും നിങ്ങളുടെ എന്താ പറയണ്ട ആ ഒരു നിങ്ങൾക്ക് നിങ്ങളിൽ എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് എന്നതിനെ ഒരു തരത്തിൽ പരീക്ഷിക്കുന്ന രീതിയിലുള്ള, നിങ്ങളുടെ കഴിവുകളിൽ എത്രത്തോളം വിശ്വാസമുണ്ട് എന്ന രീതിയിൽ പരീക്ഷിക്കുന്ന, നിങ്ങൾ യൂണിവേഴ്സ് പരീക്ഷിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് നവംബർ ആദ്യ ആഴ്ചയിൽ ഉണ്ടാവും കരിയറുമായി ബന്ധപ്പെട്ട്. അപ്പൊ കുറച്ച് ചാലഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് മറികടക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ അവിടെ ഒരു നിമിഷം നിങ്ങൾ ഇൻസെക്യൂർ ആകാനും സാധ്യതയുണ്ട്. അപ്പൊ അതൊന്ന് പ്രത്യേകം കരുതിയിരിക്കുക. അങ്ങനെ ഒരു ചാലഞ്ച് വരുമ്പോഴേക്കും എനിക്കിത് പറ്റില്ല എന്ന് വിചാരിക്കരുത്. നിങ്ങളെ കൊണ്ട് അത് എന്തായാലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു ചാലഞ്ച് എന്ത് തന്നെയാണെങ്കിലും അതിനെ മറികടക്കാൻ സാധിക്കുന്നതാണ്. അത് മനസ്സിലാക്കുക. ഓക്കെ, രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കിടക്കുമ്പോൾ കരിയറിൽ നല്ല നിങ്ങൾക്കൊരു സമാധാനം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു
നിങ്ങളെ സംബന്ധിച്ച് നല്ലതായിട്ടുള്ള വാർത്തകൾ കേൾക്കുക, കരിയറുമായി ബന്ധപ്പെട്ട് നല്ല നല്ല സംഭാഷണങ്ങൾ, നിങ്ങൾക്ക് ഗുണകരമാകുന്ന സംഭാഷണങ്ങൾ ഉണ്ടാകുക, നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ വളരെ ഗുണകരമാകുന്ന അഡ്വൈസസ് ഒക്കെ, പ്രത്യേകിച്ച് കരിയറിൽ തന്നെ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ഒരു മെസ്കുലിൻ എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് അവരുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുകയും അവരുമായിട്ട് ഒരു കോൺവെർസേഷൻ ഉണ്ടാകുകയും അതിലൂടെ നിങ്ങൾക്ക് കരിയറിൽ മുന്നോട്ട് പോകുമ്പോൾ എത്ര സക്സസ്ഫുൾ ആയിട്ട് പോകാം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു എന്താ പറയണ്ടേ ഗൈഡൻസ് ലഭിക്കാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പൊ ഓൾറെഡി ജോലി ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള, നിങ്ങൾ ആഗ്രഹിക്കുന്നതുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്ന തരത്തിലുള്ള ജോലിയുടെ ഒരു അവസരം ഈ നവംബർ 2ാമത്തെ ആഴ്ച നിങ്ങളിലേക്ക് എത്തിച്ചേരാനും സാധ്യത കാണുന്നു. 3ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ കുറച്ച് സ്ട്രഗിൾ നമ്മൾ വീണ്ടും കാണുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങളുടേതാണെന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾക്കുള്ളതല്ല, അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യും തോറും മുന്നോട്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ടായി തോന്നും. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വളർച്ച നിങ്ങളുടെ കരിയറിൽ കിട്ടുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും. നിങ്ങൾക്ക് വേറെ അനുഗ്രഹങ്ങൾ ഉണ്ട് അപ്പുറത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ അവസരങ്ങൾ ഉണ്ട് അപ്പുറത്ത്. അതിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഈ നഷ്ടപ്പെട്ടതിനെ ഫോക്കസ് ചെയ്ത് വിഷമിച്ചിരിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറയുന്നു. കാരണം നിങ്ങളുടെ നഷ്ടപ്പെട്ട അവസരത്തിലല്ല, നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന അവസരങ്ങളുണ്ട് അപ്പുറത്ത്. അതിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ചാലഞ്ച് നിങ്ങൾക്ക് വളരെ വിജയകരമായിട്ട് മറികടക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി 4ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോഴാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ഈ നമ്മൾ അവസരങ്ങൾ വരെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ അവസരങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ ജോലിയിൽ വളരുന്നതിനും ഉന്നതിയിൽ എത്തുന്നതിനും അല്ലെങ്കിൽ പുതിയ ജോലി ലഭിക്കുന്നതിനും ഒക്കെ ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് വാതിലുകൾ നിങ്ങൾക്കായി തുറക്കുന്നു എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും, നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് എന്നുള്ളത്. അപ്പൊ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത്തരം അവസരങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ പറഞ്ഞ പോലെ 3ാമത്തെ ആഴ്ചയിൽ ഉണ്ടാകുന്ന ആ ഒരു നിങ്ങൾക്ക് എന്താ വിഷമം ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ്. ഓക്കെ, ഒരു നഷ്ടം എന്നാണ് കാണുന്നത്. അത് ആ നഷ്ടത്തിൽ അങ്ങനെ ഫോക്കസ് ചെയ്ത്, അത് നിങ്ങൾക്ക് നല്ലതല്ലാത്തതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് പോകുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അത് ലോങ് ടേമിലേക്ക് നിങ്ങൾക്ക് നല്ലതല്ല. അപ്പൊ അതിലേക്ക് ഫോക്കസ് ചെയ്യാതെ നിങ്ങൾക്ക് നല്ലതായിട്ടുള്ളതിലേക്ക്, നിങ്ങൾക്ക് അപ്പോഴുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മറികടക്കാൻ നിങ്ങൾക്ക് എന്താണ് അവസരം എന്നുള്ളതിലേക്ക്, അങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ഒരു ഫോക്കസ് പോയിന്റ്. ഓക്കെ, നിങ്ങൾ അതിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങളും കാണാൻ സാധിക്കും. അതുപയോഗിച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അതിനെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ നല്ല അവസരങ്ങൾ, ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഓക്കെ, നിങ്ങൾ ശരിക്കും കൺഫ്യൂസ്ഡ് ആവും, കാരണം എല്ലാം ഒന്നിനൊന്ന് മികച്ച അവസരങ്ങളായിരിക്കും. അതിൽ ഏത് എടുക്കണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകും എന്ന് കാണുന്നു. അതുപോലെ മറ്റു ചിലർക്ക് ഈ പറഞ്ഞ പോലെ ജോലിയിൽ ഒന്നും കൂടി ഉയരുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങളും ഈ 4ാമത്തെ ആഴ്ചയിൽ, അവസാനത്തെ ആഴ്ചയിൽ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതൊക്കെ അപ്പോൾ സ്വീകരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് നല്ലതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് സ്വീകരിക്കുക. അവിടെ മടി വിചാരിക്കരുത്. നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു, എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ഉപയോഗിക്കുന്നു, അത്രയും ഉന്നതിയിൽ നിങ്ങൾക്ക് കരിയറിൽ എത്താൻ സാധിക്കും എന്ന് മനസ്സിലാക്കുക. ഇനി റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഒഴികെയുള്ള ബാക്കി ബന്ധങ്ങൾ, ഓക്കെ, അതിനെ സംബന്ധിച്ച് നവംബർ മാസം എങ്ങനെയാകും എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, ഈ മറ്റ് ബന്ധങ്ങൾ, അതായത് കുടുംബ ബന്ധങ്ങളാകാം, സുഹൃത്ത് ബന്ധങ്ങളാകാം, അതിലൊക്കെ ആദ്യത്തെ ആഴ്ചയിൽ ഈ പറയുന്ന പോലെ നിങ്ങൾ കൂടുതൽ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾ ഈ സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരു കണക്ഷൻ ആണോ ആഗ്രഹിക്കുന്നത്, ഓക്കെ, അതിനായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നു. അതേസമയം നിങ്ങളുമായിട്ട് സമയം പങ്കിടാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊക്കെ കൃത്യമായി ഉപയോഗിക്കാൻ പറയുന്നു, കാരണം അത് നല്ലതാണ്. ഓക്കെ, ആ ഒരു സോളിറ്റ്യൂഡ് മൊമെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക, നിങ്ങളുടെ ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കുക. അവിടെ ഒറ്റയ്ക്കാണ് എന്നുള്ള ചിന്തയിൽ ഇരിക്കാതെ നിങ്ങൾക്ക് എന്താണ് നേടിയെടുക്കേണ്ടത് അതിനുവേണ്ടി പരിശ്രമിക്കാനും അതിനായി തയ്യാറെടുക്കാനും ഒക്കെ ആയിട്ട് ആ സമയങ്ങൾ ഉപയോഗിക്കുക. നിങ്ങളെ തന്നെ കൂടുതൽ മനസ്സിലാക്കുന്നതിന് ആ സമയങ്ങൾ ഉപയോഗിക്കുക. ഇനി 2ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഈ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആവുന്നതായിട്ട് കാണുന്നു.
നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഉള്ള ബന്ധങ്ങളാണെങ്കിൽ അത് സ്ട്രോങ് ആവുന്നതായിട്ട് കാണുന്നു. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാവാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ കുടുംബ ബന്ധത്തിലാണെങ്കിൽ വളരെ ഒരു സഹകരണ മനോഭാവം നിങ്ങൾക്ക് എല്ലാവരിൽ നിന്നും അനുഭവിക്കാനായിട്ട് സാധിക്കും. എല്ലാവരും വളരെയധികം നിങ്ങളോട് സഹകരിക്കുന്നതായിട്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് ഈ നവംബർ 2ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ. 3ാമത്തെ ആഴ്ചയിലേക്ക് എത്തുമ്പോൾ വളരെ സമാധാനം നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ്. ഓക്കെ, നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും, വളരെ പീസ്ഫുൾ ആയിരിക്കും. സ്വസ്ഥതയും സമാധാനവും നിങ്ങൾക്ക് ഈ ബന്ധങ്ങളിലൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും. അത് ആ ഒരു എനർജി തന്നെയാണ് 4ാമത്തെ ആഴ്ചയിലേക്ക് ചെല്ലുമ്പോഴും. അതായത് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള, ഓക്കെ, വളരെ ഹാർമോണിയസ് ആയിട്ട് എല്ലാവരും ഒരേ രീതിയിൽ പോകുന്ന, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ വളരെ സ്വസ്ഥവും സമാധാനമായിട്ട് പോകുന്ന ഒരു എനർജിയാണ് നവംബർ മാസത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി പ്രണയബന്ധങ്ങൾ, അതായത് ഇപ്പൊ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാർട്ട്ണറുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, പ്രണയബന്ധത്തില് ഈ നവംബർ മാസം എങ്ങനെയായിരിക്കും ഗ്രൂപ്പ് 1-ന്? ഓക്കെ, പ്രണയബന്ധത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഓൾറെഡി ആദ്യ ആഴ്ചയിലൊക്കെ നിങ്ങൾ കൂടുതൽ നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യാനും നിങ്ങളെ തന്നെ കൂടുതൽ ടേക്ക് കെയർ ചെയ്യാനും ഒക്കെ അവസരം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ആ സെൽഫ് ലവ് വളരെയധികം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ അവസരങ്ങൾ ആദ്യ ആഴ്ചയിൽ കിട്ടുന്നുണ്ട്. 2ാമത്തെ ആഴ്ചയിലേക്ക് ചെല്ലുമ്പോഴേക്കും നിങ്ങൾ കുറച്ചും കൂടെ എന്താ പറയുന്നത്, ആ ഒരു ഡിവൈൻ മസ്കുലിൻ എനർജിയിലേക്ക് കടക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങൾ അവിടെ സ്ട്രോങ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, എങ്ങനെ വേണം നിങ്ങളോട്, എങ്ങനെയായിരിക്കണം ആ റിലേഷൻഷിപ്പ്, അവരെങ്ങനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഒരു ആദ്യ ആഴ്ചയിൽ നിങ്ങൾ ചെയ്യുന്ന സെൽഫ് പ്രയോറിറ്റൈസേഷന്റെ ഒക്കെ ഒരു റിസൾട്ടാണത്. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താണ് ഡിസേർവ് ചെയ്യുന്നത്, എന്താണ് ഡിസേർവ് ചെയ്യാത്തത്. ഓക്കെ, നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷനെ വെച്ചിട്ട് ഏതാണ് ഇൻഫീരിയർ എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ സാധിക്കും. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് ബൗണ്ടറി ഇടാൻ സാധിക്കും എന്ന് കാണുന്നു. മാത്രമല്ല, ഇപ്പൊ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇനീഷ്യേറ്റ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ 2ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതിന്, അല്ലെങ്കിൽ കോൺവെർസേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്, സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നതിനൊക്കെ നിങ്ങൾ കൂടുതൽ നിങ്ങളായിട്ട് ഇനീഷ്യേറ്റ് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് 2ാമത്തെ ആഴ്ചയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കമ്മിറ്റഡ് ആയവരോടാണ് പറയുന്നത് കേട്ടോ. ആദ്യം പറഞ്ഞത് സിംഗിൾ ആയിട്ടുള്ള ആളുകൾക്കുള്ളതാണ്. ഇനി 3ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ വളരെയധികം ഒരു രണ്ടുപേരുടെ ഇടയിലും വളരെ ആ ഒരു സ്നേഹം, ആ ഒരു കെമിസ്ട്രി വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്ന് കാണുന്നു. ഈ 3ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ പരസ്പരം വളരെയധികം മനസ്സിലാക്കുകയും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുകയും ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ സമയം കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊജക്ട് നിങ്ങൾ ഒരുമിച്ച്, നിങ്ങളുടെ പാർട്ട്ണർ ഒരുമിച്ച് തുടങ്ങാനൊക്കെ സാധ്യതയുണ്ട് നവംബർ 3ാമത്തെ ആഴ്ച. അത് വളരെ സക്സസ്ഫുൾ ആകുകയും ചെയ്യും. ഓക്കെ, അതിൽ സംശയമൊന്നുമില്ല. അങ്ങനെ ഒരു എനർജി കാണുന്നു. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ആ ഒരു അലൈൻമെന്റ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അവിടെ കംപ്ലീറ്റ്ലി റെഡി ആകുന്നതായിട്ട് കാണുന്നു. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന് നിങ്ങൾ റെഡി ആകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി അത് അവസാനത്തെ ആഴ്ചയിലേക്ക് എത്തുമ്പോൾ ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ ഒരുപാട് റൊമാൻറ്റിക് മൊമെന്റ്സ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഒരു റൊമാൻറ്റിക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ആ റൊമാൻറ്റിക് ടൈം ചെലവഴിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് അവസരം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ റൊമാൻറ്റിക് ഇൻട്രസ്റ്റ്, മിക്കതും നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ ആയിരിക്കണം. അവരെ കണ്ടുമുട്ടാൻ, ഈ ഫിസിക്കൽ റിയാലിറ്റിയിൽ കണ്ടുമുട്ടാൻ ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ടായിരിക്കാം തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ചിലപ്പോൾ ഒരു ലവ് ഫസ്റ്റ് സൈറ്റ് എനർജി ആയിരിക്കാം. എന്തായാലും ആ ഒരു ഫിസിക്കൽ റിയാലിറ്റിയിൽ നിങ്ങൾ പരസ്പരം കാണുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് 4ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ. ഓക്കെ, പിന്നെ എനിക്ക് പാരലലി കിട്ടുന്ന ഒരു മെസ്സേജ് ആണ്, അതായത് നിങ്ങൾ വളരെ ഓപ്പൺ ആകുന്നു കംപ്ലീറ്റ്ലി, അതായത് ഒരു റിലേഷൻഷിപ്പിൽ ആകുന്നതിന് നിങ്ങൾ കംപ്ലീറ്റ്ലി റെഡി ആകുന്നുണ്ട് നവംബർ ലാസ്റ്റ് വീക്കിലേക്ക് എത്തുമ്പോൾ. ആ ഒരു പാർട്ട്ണർഷിപ്പ് എന്താ പറയാ, ആ വ്യക്തിനെ ഉൾക്കൊള്ളുന്നതിനും ആ ഒരു റിലേഷൻഷിപ്പ് എക്സ്പ്ലോർ ചെയ്യുന്നതിനും നിങ്ങൾ കംപ്ലീറ്റ്ലി കോൺഫിഡൻസോടെ, വളരെ ആത്മവിശ്വാസത്തോടെ അതിനായിട്ട് തയ്യാറാകുന്നതായിട്ട് കാണുന്നു. അങ്ങനെ ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത്, സാധാരണ ഞാൻ നോക്കാത്ത ഒരു കാര്യമാണ് സാമ്പത്തിക സ്ഥിതി. ഓക്കെ, എങ്ങനെയായിരിക്കും നവംബർ മാസത്തിൽ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഗ്രൂപ്പ് 1-ന്റെ സാമ്പത്തിക സ്ഥിതി നവംബർ മാസത്തിൽ എങ്ങനെയായിരിക്കും? ഓക്കെ,
സാമ്പത്തിക സ്ഥിതി വളരെ അനുകൂലമായിട്ട് കാണുന്നു കേട്ടോ. വളരെ നല്ലൊരു സമയമാണ് തുടക്കത്തിൽ തന്നെ കാണുന്നത്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായിട്ട് ഒരു നേട്ടം ഉണ്ടാകാൻ ഒരു സാധ്യത കാണുന്നു. അത് നിങ്ങൾക്ക് ഇങ്ങനെ ആ ഒരു സന്തോഷ വാർത്ത നിങ്ങൾ പരസ്പരം പങ്കുവെക്കുന്നതായിട്ടും ആഘോഷിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ചിലപ്പോൾ ലോട്ടറി കിട്ടുന്നതായിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സമ്മാനം പോലെ കിട്ടുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നതായിരിക്കാം എന്ന് കാണുന്നു. അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്നതാണ് എന്ന് കാണുന്നുണ്ട്. രണ്ടാമത്തെ ആഴ്ചയിൽ എത്തുമ്പോൾ കുറച്ചും കൂടെ എനർജി കൂടുകയാണ്. കാരണം ഇപ്പോൾ സൺ കാർഡാണ് കിട്ടുന്നത്. സാമ്പത്തികമായിട്ട് പുതിയ പുതിയ അവസരങ്ങൾ, ഓക്കെ, നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കുന്നതിനുള്ള സൈഡ് ഹസിൽസ്, സൈഡ് ഇൻകം ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയാ, അത്രയും നല്ല ഒരു ജോലിയുടെ, നല്ല സാലറി ഉള്ള ജോലിയുടെ ഒരു പാക്കേജ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുക. ബിസിനസ് ഐഡിയ, ഈ രണ്ടാമത്തെ ആഴ്ചയിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ് ഐഡിയ വളരെ റാൻഡം ആയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ബിസിനസ് ഐഡിയ ഉണ്ടാവും. അപ്പൊ അതിൽ നിങ്ങൾ വർക്ക് ചെയ്യണം, ഓക്കെ, അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ അത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആയി മാറുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികമായി ഉന്നതി ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുവെ ഒരു പ്രതീക്ഷയോടെ ഇരിക്കുക, വളരെ പോസിറ്റീവ് ആയിട്ടിരിക്കുക സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ. ഓക്കെ, നിങ്ങൾ പൈസ ചെലവഴിക്കുമ്പോൾ ടെൻഷൻ പാടില്ല. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു വസ്തു വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പണം ചെലവഴിക്കുന്നതെങ്കിൽ പണം എത്ര പോയല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത്. എനിക്ക് ആഗ്രഹിച്ച വസ്തു അതെന്താണോ എനിക്ക് അത് വാങ്ങാൻ സാധിച്ചു, അതിനുള്ള സാമ്പത്തിക ശേഷി എനിക്ക് ഉണ്ടായി, അതിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതിനോട് യൂണിവേഴ്സിനോട് നന്ദി പറയാണ് വേണ്ടത്. ഇനി മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ പേജ് ഓഫ് സോർട്സ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഈ പേജ് ഓഫ് സോർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറെ സൈൻസ്, സിൻക്രൺസിറ്റീസ്, ഓക്കെ, അതായത് ഈ ഒരു മണിയുമായിട്ട് നിങ്ങളുടെ ആ ഒരു എനർജറ്റിക്കൽ കണക്ഷൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആകുന്ന ഒരാഴ്ചയാണ്. നിങ്ങൾ കൃത്യമായിട്ട് ആ പാറ്റേൺ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണോ ഓരോ പൈസയുമായി ബന്ധപ്പെട്ട ഓരോ സന്ദർഭങ്ങളിൽ നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നതിനനുസരിച്ച് പൈസയുടെ വരവ് കൂടുന്നതും കുറയുന്നതും നിങ്ങൾ തിരിച്ചറിയുന്നത് ഈ ഒരു മൂന്നാമത്തെ ആഴ്ചയിലാണ്. മൂന്നാമത്തെ ആഴ്ചയിൽ അത് വളരെ വ്യക്തമായിരിക്കും എന്നും കൂടെ കാണുന്നുണ്ട്. ഒരുപാട് സൈൻസ്, സിൻക്രണിസിറ്റീസ് നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് യൂണിവേഴ്സ് നൽകുന്നതായിട്ട് കാണുന്നു. അപ്പൊ അത് കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ നാലാമത്തെ ആഴ്ചയിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഒരു വളരെ സക്സസ്, ഓക്കെ, പൈസയുടെ കാര്യത്തിൽ യാതൊരു ടെൻഷൻ ഇല്ലാതെ ഒരു എന്താ പറയണ്ടത്, നിങ്ങൾക്കൊരു ഉയർച്ച, ഒരു ഉന്നതി ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ സ്പെൻഡ് ചെയ്യാനൊക്കെ നിങ്ങൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനും അതിനൊക്കെയുള്ള പൈസ നിങ്ങളുടെ കയ്യിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് പണം വരുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവില്ലേ, ആ ഒരു ആത്മവിശ്വാസം എനിക്ക് നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് ഈ ഒരു നവംബർ മാസത്തില് അവസാനം എത്തുമ്പോഴേക്കും ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ വളരെയധികം കൂടുന്നതായിട്ടും നിങ്ങൾക്കൊരു ഗ്ലോ അപ്പ് അതുമൂലം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത ശൈലിയിലും ജീവിത രീതിയിലും ഉണ്ടാകുന്നതായിട്ടും കാണും. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ്, ജനറൽ ഗൈഡൻസ് ആണ്. പുതിയ തുടക്കങ്ങൾ, അത് എത്ര അൺഎക്സ്പെക്റ്റഡ് ആണെങ്കിലും പുതിയ അവസരങ്ങൾ വരുമ്പോൾ അതിനെ ഡെഫിനറ്റ്ലി നിങ്ങൾ ഉപയോഗിക്കണം. ഓക്കെ, ആ അവസരങ്ങളെ ഒന്ന് അതിനുവേണ്ടി ശ്രമിച്ചു നോക്കാതെ അതിനെ തള്ളിക്കളയരുത് എന്ന് എടുത്തു പറയുന്നു. നോക്കൂ, വീണ്ടും വീണ്ടും പുതിയ തുടക്കത്തിന്റെ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് നിങ്ങൾക്ക് വരുന്ന ഐഡിയകൾ, നിങ്ങൾക്ക് കിട്ടുന്ന ഡൗൺലോഡ്സ്, അതൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ആ ഐഡിയാസ് എന്തൊക്കെയാണോ അതൊക്കെ കൃത്യമായിട്ട് അതിലൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഓക്കെ, ആ ഐഡിയ ഒന്ന് കൃത്യമായി അതിനെക്കുറിച്ച് പഠിക്കുക, ഡിസ്കസ് ചെയ്യുക. അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് നല്ലതാണ്, ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാവുന്നതാണെങ്കിൽ അതിനെ പ്രാവർത്തികമാക്കുക. കാരണം നിങ്ങൾക്ക് ആ ഒരു ഐഡിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഡൗൺലോഡ് അത് നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്താൽ ലൈഫിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് കാണുന്നത്. നമുക്ക് വേൾഡ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അവസാനിപ്പിച്ചു പോകേണ്ട കാര്യങ്ങൾ ഉണ്ടാവും, അവസാനിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ഇനി തുടരാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ജീവിതത്തിൽ നിന്ന് അവസാനിച്ചു പോകുന്നത് നവംബർ മാസത്തിൽ എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതം പുരോഗതിയിലേക്ക്, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ എത്തരത്തിലുള്ള പുരോഗതി വേണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ മാനിഫെസ്റ്റേഷൻ നടക്കുന്നതിന്, നിങ്ങളുടെ യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങളാണ് അല്ലെങ്കിൽ റീ അറേഞ്ച്മെന്റ്സ് ആണ് യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ നവംബർ മാസത്തിൽ ചെയ്യുന്നത്, ഓരോ ഘട്ടത്തിലും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുവദിക്കാം. വളരെ പോസിറ്റീവ് ആയിട്ടിരിക്കുക. ഓക്കെ, ലൈഫിനെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഇനിയും അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകും. ഓക്കെ, ലൈഫിൽ നല്ല നല്ല മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലായിരിക്കാൻ പറയുന്നു. വളരെ ഒരു പ്രോഗ്രസീവ് ആറ്റിറ്റ്യൂഡിലായിരിക്കാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഒരുപാട് നിങ്ങൾ എന്തൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നു അതൊക്കെ പെട്ടെന്ന് തന്നെ നടക്കാനും സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, നവംബർ മാസത്തിൽ തന്നെ നടക്കാനാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നടക്കാനും സാധ്യത കാണുന്നു. വളരെ നല്ലൊരു എനർജിയാണ്. അപ്പോൾ
ഈ പറയുന്ന നിങ്ങൾക്ക് വരുന്ന അവസരങ്ങൾ, നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഐഡിയാസ്, ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന ഡൗൺലോഡ്സ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ നവംബർ മാസത്തിൽ. അതൊക്കെ കൃത്യമായി നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ ആഗ്രഹിച്ച ഒരു ന്യൂ സ്റ്റാർട്ട് ഉണ്ട്, ഒരു പുതിയ ഘട്ടമുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക്. അതിലേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ നവംബർ മാസത്തിൽ നിങ്ങൾക്ക് കടക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അത് നിങ്ങളോട് പ്രത്യേകം പറഞ്ഞു. അതിനുള്ള അവസരങ്ങൾ, അതിന്റെ എന്താ പറയുക, തീരുമാനം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളും നിങ്ങൾക്ക് കിട്ടുന്ന ഡൗൺലോഡ്സും നിങ്ങൾക്ക് കിട്ടുന്ന ഐഡിയാസും നിങ്ങൾ അത് പ്രാവർത്തികമാക്കുന്നതിലാണ് മാറ്റം. ഓക്കെ, അപ്പോഴാണ് ആ മാറ്റം സംഭവിക്കുക. അപ്പൊ അവിടെ ആ ഒരു മാറ്റം നടക്കുന്നത് നിങ്ങളുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ നിങ്ങളിലാണ് ആ ഒരു കീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുക. ഇനി നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, 5-ാം തീയതി കിട്ടിയിട്ടുണ്ട്. നവംബർ 5 നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതായിരിക്കാം. ലെറ്റർ Z അല്ലെങ്കിൽ Z നിങ്ങളുടെ പേരിൽ ഉണ്ടാകാം. 24, 12 ലിബ്ര പ്ലേസ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടാവാം. ഓക്കെ, സോഡിയാക് പ്ലേസ്മെന്റ് ലിബ്ര ഉണ്ടാകാം. നിങ്ങൾ ജനിച്ചത് ജാനുവരി മാസത്തിലായിരിക്കാം. സാജിറ്റേറിയസ് പ്ലേസ്മെന്റ് നിങ്ങൾക്ക് സൺ മൂൺ റൈസിംഗ് ഉണ്ടാകാം. ലെറ്റർ V നിങ്ങളുടെ പേരിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വ്യാഴാഴ്ചകൾ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നു നവംബർ മാസത്തിൽ. വളരെ നല്ല ദിവസമാണ് നിങ്ങളെ സംബന്ധിച്ച് വ്യാഴാഴ്ച. ഓക്കെ, ഓഗസ്റ്റ് മാസം ഈ പറഞ്ഞ പോലെ നിങ്ങൾ ജനിച്ച മാസം ആകാം. അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ്, ഗ്രൂപ്പ് 1. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇന്നൊരു പുതിയ രീതിയിലാണ് ഈ പ്രാവശ്യത്തെ മന്ത്ലി ഗൈഡൻസ് ചെയ്തിട്ടുള്ളത്. ഓരോ ആഴ്ചയിലെയും എനർജി എടുത്തിട്ടാണ് നമ്മൾ റീഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ തന്നെ അറിയിക്കണം. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രീ റെക്കോർഡഡ് സെഷനായോ ലൈവ് സെഷനായോ നിങ്ങൾക്ക് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ്, ഇമെയിൽ ഐഡിയും അതുപോലെ വാട്സാപ്പ് നമ്പറും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതിൽ ഏത് മീഡിയം ഉപയോഗിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് വളരെ നല്ലൊരു നവംബർ 2025 ആശംസിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2. അപ്പോൾ നിങ്ങൾ ഈ പർട്ടിക്കുലർ കാർഡാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള നവംബർ മാസത്തിലേക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു ജനറൽ ഗൈഡൻസ്, എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ടേക്ക് ദ ലീവ്, ദ യൂണിവേഴ്സ് ഹാസ് യുവർ ബാക്ക്. നവംബർ മാസത്തിൽ നിങ്ങൾക്ക് എപ്പോഴൊക്കെ നിങ്ങളുടെ കംഫർട്ട് സോണിൽ പുറത്തു വരേണ്ട അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റിസ്ക് എടുക്കുന്നു, ഓക്കെ, അതായത് ഒരു നിങ്ങളെ കൊണ്ട് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന റിസ്ക് നിങ്ങൾ എടുക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, യൂണിവേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, യൂണിവേഴ്സിന്റെ കൂടെ ഉണ്ടാവോ, അങ്ങനത്തെ ഒരു സംശയം വേണ്ട. യൂണിവേഴ്സ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനത്തെ അവസരങ്ങൾ കിട്ടുമ്പോൾ യൂണിവേഴ്സിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ച് അതിനെ നഷ്ടപ്പെടുത്തരുത്. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ധൈര്യമായിട്ട് യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക നവംബർ മാസത്തിൽ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ നവംബർ മാസം എങ്ങനെയാകും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പൊതുവെ നവംബർ മാസം പൊതുവെ ഗ്രൂപ്പ് 2-ന് എങ്ങനെയാകും. ഓക്കെ, ഓക്കെ, നവംബർ മാസത്തിൽ പൊതുവെ നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസം തോന്നുന്ന ഒരു മാസമാണെന്ന് കാണുന്നു. നിങ്ങൾക്ക് വളരെ നല്ലൊരു മാറ്റം, ഓക്കെ, ഇൻസൈഡ് ഔട്ട്, നിങ്ങളുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിലും നിങ്ങൾ എന്ന വ്യക്തിയിലും നിങ്ങൾക്ക് കാര്യമായ ഒരു മാറ്റം അനുഭവിക്കാൻ അല്ലെങ്കിൽ
ഉണ്ടാകാൻ പോകുന്ന ഒരു മാസമാണ്. അത്രയും സാധ്യതയുള്ള ഒരു മാസമാണ് നവംബർ മാസം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ വളരെ ഒരു കോൺഫിഡന്റ് ആയിരിക്കും, വളരെ ധൈര്യം ഉണ്ടാവും നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിന്. ഓക്കെ, എന്ത് മാറ്റങ്ങൾ വന്നാലും ഏത് തരത്തിലുള്ള ഷിഫ്റ്റ് ഉണ്ടായാലും അതൊക്കെ ഫേസ് ചെയ്യാൻ, അതിലൂടെ കടന്നു പോകാൻ നിങ്ങൾ കംപ്ലീറ്റ്ലി റെഡി ആയിരിക്കും. ഓക്കെ, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളാണ് എനിക്ക് കാണുന്നത് കേട്ടോ. അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. പൊതുവെ ആ ഒരു ഗ്ലോ അപ്പ്, ആ ഒരു എനർജി, അതായത് നിങ്ങളിൽ ഉണ്ടാകുന്ന ആ ചേഞ്ച് നിങ്ങളുടെ പ്രത്യേകിച്ച് നവംബർ മാസത്തിലെ ആദ്യ ആഴ്ചയിൽ വളരെ പ്രകടമായിരിക്കും എന്ന് കാണുന്നു. ഓക്കെ, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ആദ്യ ആഴ്ച വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും എന്ന് കാണുന്നുണ്ട്. രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിലുള്ള റൂട്ടീൻസ് ആയിക്കോട്ടെ, നിങ്ങൾ എന്തെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ എല്ലാം തന്നെ, അതിലെ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധ കൊടുത്തുകൊണ്ട് അതില് ഫോക്കസ് ചെയ്ത് അത് ചെയ്യാനുള്ള ഒരു എന്താ പറയാ സിറ്റുവേഷനിലായിരിക്കും നിങ്ങൾ. ഓക്കെ, വേറെ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ചിന്തകളോ ഒന്നും ഇല്ലാതെ നിങ്ങൾ എന്തിലാണോ ഫോക്കസ് ചെയ്തിട്ടുള്ളത്, എന്ത് പ്രവൃത്തിയാണോ നിങ്ങൾ ചെയ്യുന്നത്, അതിൽ ഫുള്ളി ഫോക്കസ് ചെയ്ത് ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഒരു തരത്തിലും ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സാഹചര്യമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. ഓക്കെ, അപ്പൊ പൊതുവേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശാന്തമായ അന്തരീക്ഷമാണ് എനിക്ക് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ പഠിക്കാനും ഒക്കെ സാധിക്കുന്നത്. ഓക്കെ, അത് പ്രത്യേകിച്ച് രണ്ടാമത്തെ ആഴ്ചയിലാണ് നമ്മൾ ആ ഒരു എനർജി കാണുന്നത്. അങ്ങനെ വളരെ ഡെഡിക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാനും ഒക്കെ അങ്ങനെ ഒരു മാറ്റം അത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിട്ട് കാണുന്നു പൊതുവെ. ഓക്കെ, പ്രത്യേകിച്ച് മൂന്നാമത്തെ ആഴ്ചയിൽ നിങ്ങളുടേതായ എന്തോ ഒരു വലിയ ആഗ്രഹം വരുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ യാഥാർത്ഥ്യമായിട്ട് മാറുന്നു. അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരുപോലെ സന്തോഷം തരുന്നതാണ്. നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തിന് ഒരുപാട് സന്തോഷം ഉണ്ടാവുകയാണ്. നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടക്കുന്നതിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനുമാണ് വളരെയധികം ആ ഒരു സന്തോഷവും സംതൃപ്തിയും ഒക്കെ അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. അത്രയും ഒരു സന്തോഷത്തിന്റെ ഒരു സമയമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് അത് വളരെയധികം നിങ്ങൾ അത് ആസ്വദിക്കുന്ന സമയങ്ങൾ ആസ്വദിക്കുന്നതായിട്ട് കാണുന്നു. കാരണം നിങ്ങൾ കാത്തിരുന്നിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു അനുഗ്രഹമാണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു ആഗ്രഹ സബലീകരണം നിങ്ങളെ സംബന്ധിച്ചൊരു വലിയ അനുഗ്രഹമാണ്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരുപോലെ അത് സന്തോഷം തരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അത്രമേൽ ഒരു വളരെയധികം ഹാപ്പിനെസ്, വളരെയധികം സന്തോഷമാണ് കാണുന്നത്. അത്തരത്തിലുള്ള ഒരു സംഭവങ്ങൾ കൂടുതലും ഈ മൂന്നാമത്തെ ആഴ്ചയിൽ, നവംബറിലത്തെ മൂന്നാമത്തെ ആഴ്ചയിലാണ് കൂടുതൽ ആ ഒരു എനർജി കാണുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു ആഗ്രഹ സബലീകരണം നിങ്ങളുടെ ജീവിതത്തിൽ നവംബർ മാസത്തിൽ ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വഴി നിങ്ങളുടെ കുടുംബത്തിനും ആ ഒരു സന്തോഷവും ആ ഒരു ആനന്ദം ഒക്കെ അനുഭവിക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ചെറിയ കാര്യമല്ല എന്ന് എടുത്തു പറയാണ്. ഇനി നാലാമത്തെ ആഴ്ചയിലേക്ക് വരുമ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു വലിയ വിജയം, പേര്, പ്രശസ്തി ഇത് നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിനായിട്ട് നിങ്ങൾ എന്താ പറയാ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഈ നാലാമത്തെ ആഴ്ചയിലാണ് ആ ഒരു വിജയം, ആ ഒരു പ്രശസ്തി, പേര്, പ്രശസ്തി ഒക്കെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ മറ്റുള്ളവർ പ്രശംസിക്കുന്ന തരത്തിലുള്ള ഒരു വിജയം, ഒരു നേട്ടം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതാണെന്നും കൂടെ കാണുന്നുണ്ട്. നിങ്ങളത് നിങ്ങളുടെ ആ ആഗ്രഹത്തിന് വേണ്ടി പരിശ്രമിച്ച് നിങ്ങളുടെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നതാണ്. അത് നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ, നിങ്ങൾ അത്രയും വർക്ക് ചെയ്തതിന്റെ റിസൾട്ട് ആണ്. അത് നിങ്ങൾക്ക് ഒരുപാട് ആത്മവിശ്വാസം തരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഒരു വലിയ സന്തോഷ വാർത്ത തന്നെയായിട്ടാണ് അതും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ പൊതുവെ നവംബർ മാസം നിങ്ങളെ സംബന്ധിച്ച് വളരെ അനുകൂലമാണ്, വളരെ നല്ല ഒരു സമയമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ കരിയറിൽ എങ്ങനെയായിരിക്കും ഈ നവംബർ മാസത്തിൽ നിങ്ങളുടെ കരിയർ എങ്ങനെയാകും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കരിയറുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ട്രഗിൾ അവസാനിക്കുക. അത് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്കൊരു നേട്ടം ഉണ്ടാവുന്നുണ്ട്. നമുക്ക് 6 of Wands വീണ്ടും കിട്ടിയിട്ടുണ്ട്, അതിന്റെ കൂടെ 10 of Swords ആണ് ഉണ്ടാവണേ. അപ്പൊ ആദ്യ ആഴ്ചയിൽ തന്നെ നവംബർ മാസത്തിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് എന്ത് തന്നെയാണെങ്കിലും അതിന് അവസാനം ഉണ്ടാകുന്നതായിട്ടും നിങ്ങൾക്കൊരു വിജയം അവിടെ ഉണ്ടാകുന്നതായിട്ടും കാണുന്നു. ഓക്കെ,
പ്രത്യേകിച്ച് നിങ്ങൾ ജോലിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉയർച്ച, ഒരു നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലിയിലൂടെ ഒരു വലിയ നേട്ടം നിങ്ങൾക്ക് ഉണ്ടാകുകയും അതിലൂടെ നിങ്ങൾക്ക് എന്താ പറയണ്ടേ, നമ്മള് പറയില്ലേ പ്രൊമോഷൻ, അങ്ങനെ കിട്ടാനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ സാലറി ഉണ്ടാവുന്നു. അങ്ങനെ നിങ്ങളുടെ സ്ട്രഗിൾ അവസാനിക്കുകയാണ്. ഓക്കെ, സ്ട്രഗ്ലിംഗ് സ്റ്റേജ് മാറുന്നു. പിന്നെ പ്രൊബേഷൻ പീരീഡിൽ ആയിരിക്കുന്നവര് പെർമനന്റ് ആയിട്ട് മാറുക, അങ്ങനത്തെ ഒക്കെ ഒരു മാറ്റങ്ങൾ. അത് ജോലിയിലെ നിങ്ങളുടെ കഴിവ് കൊണ്ടാണ് നിങ്ങൾക്ക് അത് കിട്ടുന്നത്. അത് നിങ്ങളുടെ കഴിവ് മൂലം നിങ്ങൾക്കൊരു വിജയം, ഒരു നേട്ടം, ഓക്കെ, മറ്റുള്ളവർ പ്രശംസിക്കുന്ന രീതിയിലുള്ള ഒരു നേട്ടം, ഒരു വിജയം നിങ്ങൾക്ക് കരിയറിൽ ഉണ്ടാകുന്നു. അവിടെ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ അവസാനിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഒരു ഫൈനാൻഷ്യൽ ഗെയിൻ, ഓക്കെ, സാമ്പത്തികമായിട്ടൊരു നേട്ടം ജോലിയിലൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വളരെയധികം ഗുണകരമായിരിക്കുമെന്ന് കാണുന്നു. ചിലർക്ക് ഇതെന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഐഡിയ ആയിരിക്കാം. അതായത് എന്താ പറയണ്ടേ, ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ പറ്റുന്ന അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബിസിനസ് ഐഡിയ നിങ്ങളിലേക്ക് വരുന്നത് ഈ രണ്ടാമത്തെ ആഴ്ചയിലാണ്. ഓക്കെ, അപ്പൊ ആ ഒരു അങ്ങനത്തെ നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി ആയിരിക്കാം ഇങ്ങനെ ഒരു ഐഡിയയെ കുറിച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡൗൺലോഡ് പോലെ വരുന്നത്. അത് കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യണം, പ്രയോജനപ്പെടുത്തണം. അത് നിങ്ങളുടെ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. ഒരു സൈഡ് ഹസിൽ ആയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പാർട്ട്ണർഷിപ്പിലായാലും ചെയ്യാവുന്നതാണ്. ഓക്കെ, പക്ഷെ അത് നിങ്ങൾ ആ ഒരു ബിസിനസ് ഐഡിയ, അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ, നമ്മൾ പറയില്ലേ $1 million ഐഡിയ എന്നൊക്കെ പറയില്ലേ, ആ തരത്തിലുള്ള ഒരു ഐഡിയ ആണ് കേൾക്കുന്നത്. ഓക്കെ, അപ്പൊ അത് എന്തായാലും ഡെഫിനറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരണം. ബിസിനസ് ഐഡിയ ആണെങ്കിൽ അത് ബിസിനസ് ആക്കി നിങ്ങൾ മാറ്റിയെടുക്കണം. ഓക്കെ, അതിനെ വെറുതെ ഒരു ഐഡിയ ആയിട്ട് തന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. കാരണം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഇനി വരുന്ന തലമുറകൾക്ക് അത് ഒരുപാട് ഉപകാരപ്പെടും. അപ്പൊ അങ്ങനത്തെ ഒരു ഐഡിയ ആണ് അതിനെ കാണുന്നത്. അതുപോലെ ജോലിയിൽ തന്നെ ഈ പറഞ്ഞ പോലെ വളരെ ഒരു സ്റ്റേബിൾ, സെക്യൂർ, ഒരു പവർഫുൾ പൊസിഷനിലേക്ക് മാറുന്നതിന് നിങ്ങൾക്ക് അതിന് സഹായിക്കുന്ന ഒരു എന്താ പറയണ്ടേ, ഒരു ഡൗൺലോഡ് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് യൂണിവേഴ്സിൽ നിന്ന് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് നവംബറിലെ രണ്ടാമത്തെ ആഴ്ചയിൽ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ വളരെയധികം വിശ്വസിക്കേണ്ട, കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ അത്രമേൽ വിശ്വസിക്കേണ്ടത് പ്രത്യേകിച്ച് നവംബറിലത്തെ രണ്ടാമത്തെ ആഴ്ചയാണ്. അവിടെയാണ് ആ ഒരു ടേണിംഗ് പോയിന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ലോങ് ടേം ബ്ലെസ്സിങ്, ഒരു പെർമനന്റ് ബ്ലെസ്സിങ് കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ആ ഒരു പെർമനന്റ് ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ചിലർക്ക് പെർമനന്റ് ജോബ് ആയിരിക്കാം, അല്ലെങ്കിൽ ജോബ് പ്രൊമോഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ബിസിനസ് ഐഡിയ, ഒരു ബിസിനസ് രൂപീകരിക്കുന്നതാകാം. എന്ത് തന്നെയാണെങ്കിലും അത് കാലാകാലങ്ങളിലേക്കുള്ളതാണ്. ഓക്കെ, അത് നിങ്ങൾക്കും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും ഒരുപാട് സന്തോഷം തരുന്ന, ഒരുപാട് സംതൃപ്തി തരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ നമ്മൾ ജനറൽ എനർജി എടുത്തത് നവംബർ മാസത്തിൽ, അവിടെ മൂന്നാമത്തെ ആഴ്ചയിൽ 10 of Cups ഉണ്ട്. ഇവിടെ കരിയറിലും ആ 10 of Cups വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ കരിയറുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം നിങ്ങളുടെ ഒരു ആഗ്രഹം സബലീകരിക്കുന്നതും അത് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് ഒരുപോലെ ഉപകാരപ്പെടുന്നതായിട്ടുള്ളത്. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സ്ട്രഗിൾസും, എല്ലാ കോമ്പറ്റീഷനും, എല്ലാ ചാലഞ്ചിൽ നിന്നും നിങ്ങൾ കംപ്ലീറ്റ്ലി മറികടന്ന് ഒരു സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സമയത്തിലേക്ക് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ മാറുന്നത് നവംബർ മാസം അവസാനത്തോടു കൂടെയാണ്. അവസാനത്തോടു കൂടെ വളരെ ശാന്തവും സ്വസ്ഥവുമായിട്ടുള്ള ഒരു ടൈം ആയിരിക്കും നിങ്ങളുടെ കരിയറിൽ. എല്ലാ തരത്തിലുള്ള ചാലഞ്ചസും കോമ്പറ്റീഷൻസും ഒക്കെ അവസാനിച്ചിട്ട് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈം. ഓക്കെ, അവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി കുടുംബ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, അങ്ങനത്തെ ബന്ധങ്ങളില് പൊതുവായി എങ്ങനെയായിരിക്കും നവംബർ മാസം നോക്കാം. ഓക്കെ, ഈ കുടുംബ ബന്ധങ്ങൾ, സൗഹൃദങ്ങളിലൊക്കെ നിങ്ങൾ അവിടെ അതുമായി ബന്ധപ്പെട്ട എന്ത് തീരുമാനങ്ങളും എടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചില ക്ലാരിറ്റി വേണം, അല്ലെങ്കിൽ ചില ഉത്തരങ്ങൾ വേണം, എന്തൊക്കെയോ നിങ്ങളിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നു,
എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ പറയുന്നത് പാർട്ട്ണർ എന്നുള്ള ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ അങ്ങനത്തെ റിലേഷൻഷിപ്പ് ഒഴിച്ചുള്ള ബാക്കി ബന്ധങ്ങളുടെ കാര്യങ്ങളാണ്. അവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ബന്ധത്തിൽ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മറിഞ്ഞിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സത്യം മുഴുവൻ നിങ്ങളുടെ മുന്നിൽ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റി കിട്ടുന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ആദ്യ ആഴ്ചകളിൽ, നവംബറിലത്തെ ആദ്യ ആഴ്ചയിലൊക്കെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലേക്ക് ഫോക്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടുന്ന ഉത്തരം, നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റി നിങ്ങളുടെ ഇൻറ്റ്യൂഷന് തരാൻ സാധിക്കും. അപ്പൊ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ഫോക്കസ് ചെയ്ത് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. ഫ്രണ്ട്സിലായിക്കോട്ടെ, ഫാമിലിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ കൊളീഗ്സ് ആരെങ്കിലും ബിഹേവിയർ നിങ്ങൾക്ക് ഇവരിൽ നിന്ന് ഒരു അകൽച്ച പാലിക്കണം, അല്ലെങ്കിൽ ഇവരോട് ഇത് പറയാൻ പാടില്ല, ഇവരോട് അത് ഷെയർ ചെയ്യരുത് എന്ന് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു തോന്നൽ വന്നാൽ, ഓക്കെ, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ കൃത്യമായി ഗൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു എനർജി, ഒരു മാനിപ്പുലേഷൻ എനർജി, അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു എനർജി കാണുന്നുണ്ട് ഈ ഒരു ഫസ്റ്റ് വീക്കില്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ആഴ്ചയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ കൂടുതൽ നിങ്ങളുമായിട്ടാണ് സമയം സ്പെൻഡ് ചെയ്യുന്നത് കാണുന്നത്. പക്ഷേ നിങ്ങളിലേക്ക് ആളുകൾ അടുക്കുന്ന, ഓക്കെ, ബന്ധങ്ങളൊക്കെ നിങ്ങളിലേക്ക് അടുത്ത് വരുന്നത്, ബന്ധുക്കളൊക്കെ നിങ്ങളോട് അടുക്കുന്ന രീതിയിൽ നിങ്ങളുടെ എനർജിയിൽ ഒരു ഷിഫ്റ്റ് ഞാൻ കാണുന്നുണ്ട്. സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് പുതിയ സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ നിങ്ങളോട് കോണ്ടാക്ട് കീപ്പ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും, നിങ്ങളെ റീച്ച് ഔട്ട് ചെയ്യുക, നിങ്ങളോട് വീണ്ടും ആ പഴയ സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ കാണുന്നു. അവിടെ നിങ്ങൾ വളരെ സെലക്റ്റീവ് ആകുക. ഓക്കെ, നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുള്ളവർ എന്തുകൊണ്ട് ഉപേക്ഷിച്ച് പോയെന്ന് ആലോചിക്കുക, എന്തുകൊണ്ടാണ് ഇപ്പോൾ അവർ അടുക്കുന്നത് എന്നും കൂടെ ആലോചിക്കുക. നിങ്ങൾക്ക് വേണ്ടുന്ന സമയത്ത് അവരുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട് വേണം അവരെ ഇനിയും സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. ഓക്കെ, അവർ ആ സ്നേഹം കാണിക്കുന്നത് കണ്ടപ്പോൾ അതിൽ വിശ്വസിച്ച് അവർക്ക് വീണ്ടും ഒരു അവസരം കൊടുക്കരുത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ ഫോക്കസ് ചെയ്യണം. എന്നിട്ട് വേണം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ തീരുമാനിക്കാനായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലെ ഒരു സോളോ ടൈം ഒക്കെ നിങ്ങൾക്കുണ്ട്, നിങ്ങൾ അത് എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നു. വളരെ ഒരു പക്ഷെ അട്രാക്റ്റിംഗ് എനർജിയാണ് നിങ്ങളുടെ എനർജി, വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ കോണ്ടാക്ട് അവസാനിപ്പിച്ച് പോയവരും ഒക്കെ നിങ്ങളിലേക്ക് അടുക്കുന്നത്. മനസ്സിലായോ? അവരൊക്കെ തിരിച്ചു വരാൻ ശ്രമിക്കുന്നതും അതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുന്നു. കുറച്ച് ടെൻഷൻ, കുറച്ച് പ്രശ്നങ്ങൾ, ഒരു സ്ട്രെസ്, ഓക്കെ, ഓവർ തിങ്കിങ് എനർജിയാണ് പിന്നെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കണേ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയർ ആയിരിക്കണം. ഈ മൂന്നാമത്തെ ആഴ്ചയിൽ സുഹൃത്തുക്കളുടെ ഇടയിൽ, കൊളീഗ്സിന്റെ ഇടയിൽ, കുടുംബത്തിലെ ഉള്ളവരോടൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ്, നിങ്ങൾ എന്ത് ഉദ്ദേശത്തോടെ പറയുന്നു, എന്തുകൊണ്ടാണ് പറയുന്നത്, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇക്കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാക്കണം. ഓക്കെ, ഞാനിങ്ങനെ പറഞ്ഞാൽ ഇന്നത് ഉദ്ദേശിച്ചത് അവർക്ക് മനസ്സിലായിക്കൂടെ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതുപോലെ നിങ്ങളോട് എന്തെങ്കിലും ആരെങ്കിലും സംസാരിക്കുമ്പോൾ നിങ്ങൾ അനുമാനിക്കരുത് അവർ ഇങ്ങനെയാ ഉദ്ദേശിച്ചത് എന്നുള്ളത്. അവരോട് ഓപ്പണായി ചോദിക്കുക, നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, അത് തന്നെയാണോ, അതോ നിങ്ങൾ ഉദ്ദേശിച്ചത് വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് കൃത്യമായിട്ട് അവരോട് ചോദിക്കുക. അങ്ങനെ ഓപ്പൺ ട്രാൻസ്പെറന്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാനും അതിന്റെ പേരിൽ വഴക്കുണ്ടാവാനും ഒക്കെ ഒരു സാധ്യത ഈ മൂന്നാമത്തെ ആഴ്ചയിൽ പ്രത്യേകം നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. നാലാമത്തെ ആഴ്ചയിലേക്ക് വരുമ്പോൾ വീണ്ടും ഒരു സെലിബ്രേഷൻ എനർജി, ഓക്കെ, ആ ഒരു പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടുള്ള ഒരു ഗെറ്റ് ടുഗെദർ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ സ്ട്രോങ് ആവുന്നതായിട്ട് കാണുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫാമിലിയിൽ, ഓക്കെ, ഫാമിലി റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ എന്തെങ്കിലും മിസ്കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടെങ്കിലൊക്കെ തന്നെ അതൊക്കെ മാറി അവിടെ ആ ഒരു പ്രത്യേകിച്ച് ആ ഒരു ഓപ്പൺ ട്രാൻസ്പെറന്റ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ മൂന്നാമത്തെ ആഴ്ചയിൽ നിങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ ബന്ധങ്ങൾ ശക്തമാകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ കുടുംബമായിട്ട്, നിങ്ങൾക്ക് അത്രയും അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ, കുടുംബത്തിലെ അംഗം പോലെ തന്നെയുള്ള സുഹൃത്തുക്കൾ, അവരൊക്കെ ആയിട്ട് ഉള്ള അടുപ്പം വളരെ വളരെ കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, അതായത് നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണർ, വിവാഹം കഴിഞ്ഞവർക്കും വിവാഹം കഴിയാത്തവർക്കും റിലേഷൻഷിപ്പിലുള്ളവർക്കും സിംഗിൾ ആയിട്ടുള്ളവർക്കും ഒക്കെ ഇത് എഫക്ട് ചെയ്യുന്നതാണ് കേട്ടോ. അതൊക്കെ റെസൊനേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, 2 of Wands ആണ് നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ്. മജീഷ്യൻ, Ten of Swords, Seven of Cups. അപ്പോ നമുക്ക് ആദ്യ ആഴ്ചകളിൽ നിങ്ങളിൽ ചില ബന്ധങ്ങൾ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ ചില റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് അറിയാം അതായത് നിങ്ങൾക്ക് നല്ലതല്ല എന്ന് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ സത്യം മനസ്സിലാക്കുക മാത്രമല്ല, മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ചിലർ എപ്പോഴോ മനസ്സിലാക്കി വെക്കുന്നു, പക്ഷെ അതിനനുസരിച്ച് ആക്ഷൻ എടുക്കാനാണ് പലർക്കും ബുദ്ധിമുട്ട് അല്ലെ. ഇവിടെ അതല്ല ഉണ്ടാവുന്നത്, ഇവിടെ നിങ്ങൾ ആക്ഷനും എടുക്കുന്നുണ്ട്.
നിങ്ങൾ അവസാനം നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഇത് ശരിയാവില്ല, ഇങ്ങനെ ഈ ബന്ധം മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, നിങ്ങൾക്ക് നല്ലതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ജീവിതവുമായിട്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജീവിതം അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് കാണുന്നു. ചില ബന്ധങ്ങളിൽ കൂടുതൽ ഒരു പ്രോഗ്രസ്, ഒരു ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ ഒരു അടുപ്പം, സ്നേഹം, ഓക്കെ, പരസ്പരം ആ ഒരു മനസ്സിലാക്കലും ഒക്കെ കൂടുന്നതായിട്ടും കൂടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ ആഴ്ചയിലേക്ക് വരുമ്പോൾ നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്നത് കാണുന്നു. ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾ എന്തെങ്കിലും പെർട്ടിക്കുലർലി നിങ്ങൾ എന്തെങ്കിലും ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ യാഥാർത്ഥ്യമാകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സമയമാണ് നവംബറിലത്തെ രണ്ടാമത്തെ ആഴ്ച. ഓക്കെ, അപ്പൊ ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം, അത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു കോൺഫിഡൻസ് കിട്ടണം. അതായത് നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും, നിങ്ങൾ എന്ത് കാര്യം അതിന്റെ പ്യുവർ ഇന്റൻഷനിൽ നിങ്ങൾ അത് ആഗ്രഹിച്ച് അത് മാനിഫെസ്റ്റ് ചെയ്താൽ അത് നടക്കും എന്നുള്ള ഒരു കൺഫർമേഷൻ കിട്ടുകയും അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ മാനിഫെസ്റ്റേഷൻ പവറിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്ന ഒരു എനർജിയും കൂടെ കാണുന്നു. നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് സെൽഫ് കോൺഫിഡൻസ്. ഓക്കെ, നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് നിങ്ങളുടെ ഈ പാർട്ട്ണർഷിപ്പിൽ നിന്നുണ്ടാകുക. സിംഗിൾ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസസ്, ഓക്കെ, അതിൽ നിന്നൊക്കെ നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആവാണ് ചെയ്യുക. നിങ്ങൾ നിങ്ങളിൽ തന്നെ വളരെ സെക്യൂർ ആകുന്നു, വളരെ കോൺഫിഡന്റ് ആകുന്നു എന്നൊരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ചില എൻഡിങ്സ് അത് ഫൈനലൈസ് ചെയ്യുന്നത് മൂന്നാമത്തെ ആഴ്ചയിലാണ്. ഓക്കെ, അത് കംപ്ലീറ്റ്ലി നിങ്ങൾ റിലീസ് ചെയ്യുന്നു. ചിലത് അവസാനിച്ചിട്ട് കുറെ നാളായിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ ഇപ്പോൾ ആ എനർജിയിലായിരുന്നിരിക്കണം. അതൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യാണ്. പ്രത്യേകിച്ച് മൂന്നാമത്തെ ആഴ്ചയിൽ കടക്കുമ്പോൾ നിങ്ങൾ അത് റിലീസ് ചെയ്യുന്നു. ഇനി ചില കപ്പിൾസിന്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്, ആ പ്രശ്നങ്ങൾ കംപ്ലീറ്റ്ലി അവസാനിച്ച് ഒരു ഫ്രഷ് സ്റ്റാർട്ട് ഉണ്ടാകുന്നത് മൂന്നാമത്തെ ആഴ്ചയിലാണ്. ഓക്കെ, നാലാമത്തെ ആഴ്ചയിലേക്ക് വരുമ്പോൾ വീണ്ടും ഈ പറഞ്ഞ പോലെ ഇല്യൂഷൻസ്, എന്താ പറയാ, ചിന്തിച്ചു കൂട്ടുക എന്ന് പറയില്ലേ, അതായത് ഇമോഷൻസിനെ മുൻനിർത്തി ചിന്തിച്ച് ഇല്ലാത്തതിന് ഉണ്ട് എന്ന് വിചാരിക്കുക, ഉള്ളതിന് ഇല്ല എന്ന് വിചാരിക്കുക, അങ്ങനത്തെ ഒരു എനർജി വളരെ സ്ട്രോങ് ആയിരിക്കും. അപ്പൊ അവിടെ നിങ്ങളുടെ ഇമോഷൻസിനെ മാറ്റി നിർത്തി നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ ഫോക്കസ് ചെയ്ത് വേണം നിങ്ങൾ വളരെ വളരെ മൈൻഡ്ഫുൾ ആയിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഒരു കാര്യവും നിങ്ങൾ ചിന്തിക്കുന്നതാണ് അങ്ങനെയാണ് എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകരുത്. നിങ്ങൾ ആ ചിന്തിക്കുന്നത് ശരിയാണ് എന്നുള്ളതിന് എന്തെങ്കിലും ഒരു പ്രൂഫ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റണം. എന്നിട്ട് മാത്രം അതിന്റെ മേലെ ഒരു ആക്ഷൻ എടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തന്നെ ചെയ്തത് തെറ്റായി പോയത് പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അതും കൂടെ എടുത്ത് പറയുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് നവംബർ മാസം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ആദ്യം തന്നെ 9 ഓഫ് പെന്റക്കിൾസ് കിട്ടാം. നിങ്ങൾക്ക് പൈസ കൊണ്ട് കാര്യമായ ഒരു ഉയർച്ച നവംബർ മാസത്തിൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഫൈനാൻഷ്യലി വളരെ ഇൻഡിപെൻഡന്റ് ആവുന്നുണ്ട്. ഏതൊരു സെക്ഷൻ റീഡ് ചെയ്യുമ്പോഴും നമുക്ക് ആ കാർഡ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഒരുപാട് നിങ്ങളൊക്കെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നു. ഇപ്പോൾ അതിനേക്കാൾ സാമ്പത്തികമായിട്ട് നിങ്ങളുടെ ഒരു ഉയർച്ച നിങ്ങൾ അനുഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ നിങ്ങൾക്കൊരു ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് വിചാരിക്കൂ. അതിൽ ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ആ ലൈഫ് സ്റ്റൈൽ തന്നെ മൊത്തത്തിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയി ഫോളോ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാകാം. അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഏതെങ്കിലും ഒരു ഘടകം നിങ്ങൾക്ക് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നവംബർ മാസം തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്കൊരു സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ച കാണുന്നുണ്ട്. മാത്രമല്ല കൂടുതൽ പണം സമ്പാദിക്കുന്നതിന് നല്ല നല്ല അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കാണുന്നു. പ്രത്യേകിച്ച് രണ്ടാമത്തെ ആഴ്ച, നവംബറിലത്തെ രണ്ടാമത്തെ ആഴ്ചയാണ് നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നല്ല നല്ല അവസരങ്ങൾ വരുന്നത് രണ്ടാമത്തെ ആഴ്ചയാണ്. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഒരു ഉയർച്ച ഉണ്ടാവുന്നുണ്ട്. ഈ മൂന്നാമത്തെ ആഴ്ച ഗ്രൂപ്പ് 2-ന് നവംബറിലെ മൂന്നാമത്തെ ആഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പ്രത്യേകിച്ച് കരിയർ, സാമ്പത്തികമായിട്ടും ഒരു ബ്രേക്ക് ത്രൂ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, കാരണം നമുക്ക് ടവർ കാർഡും ഏസ് ഓഫ് സോർട്സ് കിട്ടിയത്, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാമ്പത്തിക ഉന്നതി നിങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയ വിജയമാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ ഒരു ബിഗ്ഗസ്റ്റ് ബ്രേക്ക് ത്രൂ ആണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഈ മൂന്നാമത്തെ ആഴ്ചയാണ്. ഓക്കെ, അത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കുന്ന രീതിയിലേ അല്ല എന്ന് കാണുന്നു. അത് പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് ആത്മവിശ്വാസം തരുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരിക്കും. നാലാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പറിൽ നിന്ന് ഓൾറെഡി അറിയുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത ആളാണ്, പക്ഷെ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പർ ആണ്. അവരിലൂടെ നിങ്ങൾക്കൊരു പുതിയ ഒരു ഇൻകം ഉണ്ടാക്കുന്ന, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഒന്നും കൂടെ ഉയർത്താൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു അവസരം, ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരു അവസരം വരുന്നുണ്ടെങ്കിൽ
അതിനെ കൺസിഡർ ചെയ്യുക. ഓക്കെ, യെസ്, അത് നിങ്ങളുടെ ഭാഗ്യത്തിനെ തന്നെ മാറ്റിമറിക്കുന്നതാണ്. നിങ്ങളുടെ മൊത്തം ലൈഫിനെ വളരെ പോസിറ്റീവായിട്ട് മാറ്റിമറിക്കുന്നതാണ്. നിങ്ങളെ സംബന്ധിച്ച് വളരെ ഭാഗ്യം നിറഞ്ഞ, സൗഭാഗ്യം നിറഞ്ഞതാണ് ആ ഒരു അവസരം. അപ്പൊ ആ ഒരു അവസരം വരുന്നത് 4ാമത്തെ ആഴ്ചയാണ് പ്രത്യേകം നമുക്ക് കാണുന്നു. ഓക്കെ, അത് ചിലപ്പോൾ കയറി വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് കാലതാമസം ഉണ്ടാവാം, നിങ്ങളുടെ എനർജി അനുസരിച്ചിരിക്കും. പക്ഷേ ഈ ഒരു അവസരം നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ഒരാളായിരിക്കാം. ഇപ്പൊ കോണ്ടാക്ട് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ പണ്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്ന, നല്ലൊരു അടുപ്പുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല അവരെ, പക്ഷെ ആദ്യമായിട്ട് കാണുന്നതാണ്. പക്ഷെ ഇത് വളരെ ഒരു പരിചയം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ഓക്കെ, അത് സോൾ ഫാമിലി മെമ്പർ ആകുമ്പോഴാണ് നമുക്ക് അങ്ങനെ സാധിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും പറ്റും. ഇപ്പൊ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സംസ്കാരങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റും. എക്സ്പ്ലനേഷന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. അത് ആ സോൾ ഫാമിലി മെമ്പർ ആകുമ്പോഴാണ് അത് സാധിക്കുക. ഓക്കെ, അപ്പോ അങ്ങനെ ഒരു സോൾ ഫാമിലി മെമ്പർ, ഒരു സോൾമേറ്റ് മുഖേന നിങ്ങളിലേക്ക് ഒരു അവസരം വരുന്നുണ്ട്. നിങ്ങളുടെ ലക്ക്, ഭാഗ്യത്തിനെ എന്താ പറയാ മാറ്റിമറിക്കുന്ന, നിങ്ങൾക്ക് സൗഭാഗ്യം കൊണ്ടുവരുന്ന ഒരു വലിയ രീതിയിൽ സാമ്പത്തികമായിട്ട് പുരോഗതി, വളർച്ച കൊണ്ടുവരുന്ന ഒരു അവസരമാണത്. അപ്പൊ അതിനെ എന്തായാലും നിങ്ങൾ ഉപയോഗിച്ചിരിക്കണം. ഓക്കെ, അത് നിങ്ങൾ വിട്ടുകളയാനായിട്ട് പാടില്ല. ഇനി നിങ്ങൾക്ക് നവംബർ മാസത്തിലേക്കുള്ള ജനറൽ ഗൈഡൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ജനറൽ ആയിട്ട് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്നത്? അതായത് അനാവശ്യമായിട്ടുള്ള ഭാരങ്ങളെ ഒന്നും ചോക്കരുത്. ഓക്കെ, നിങ്ങൾ ഓരോ കാര്യങ്ങളും അത് ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ ഏറ്റെടുക്കേണ്ട കാര്യം തന്നെയാണോ, നിങ്ങളെ കൊണ്ട് അത് സാധിക്കും എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഏറ്റെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വലിയൊരു ഭാരമായി തോന്നുകയും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നതിന് ഈ പറയുന്ന നിങ്ങൾ ഏറ്റെടുത്ത ചില ഉത്തരവാദിത്തങ്ങൾ, നിങ്ങളുടേതല്ലാത്ത ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് വലിയൊരു തലവേദനയായി മാറാനും സാധ്യതയുണ്ട്. ഡിവൈൻ ടൈമിങ്ങിൽ വിശ്വസിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. പക്ഷേ നടക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് അത്രയും സന്തോഷം തരുന്നതും അത്രയും ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നടക്കുന്നത് ഡിവൈൻ പ്ലാൻ അനുസരിച്ച് ഡിവൈൻ ടൈമിങ്ങിലാണ്. അപ്പോൾ ഡിവൈൻ ടൈമിങ്ങിനെ വിശ്വസിക്കുക, ഡിവൈൻ പ്ലാനിനെ വിശ്വസിക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മാറ്റം വരുത്താനായിട്ട് യൂണിവേഴ്സിന് ഒരു നിമിഷം മതി എന്ന് ആലോചിക്കുക. ഓക്കെ, അതെപ്പോഴും വിശ്വസിക്കുക. വളരെ ആത്മവിശ്വാസത്തോടെ ആയിരിക്കാൻ പറയുന്നു. നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ അവസരങ്ങളും, നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസ്, ഓക്കെ, അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും അവിടെ നിങ്ങൾക്ക് ഗുണകരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ ലവ് ലൈഫിൽ, റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങൾക്ക് പ്രോഗ്രസ്, ഒരു പോസിറ്റീവായ മാറ്റം കൊണ്ടുവരാൻ ആ ഒരു അവസരം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആത്മവിശ്വാസത്തോടെ അവസരത്തിനെ ഉപയോഗിക്കാൻ പറയുന്നു. മടിച്ചു നിൽക്കാൻ പാടില്ല. ഓക്കെ, യെസ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ വളരെ ഓപ്പൺ ആകുക, വളരെ സ്ട്രോങ് ആകുക, നല്ല സ്ട്രോങ് ബൗണ്ടറീസ് ഉണ്ടായിരിക്കണം. നോ പറയേണ്ടവർക്ക് നോ പറയാം. നിങ്ങൾ എപ്പോഴും നോ പറയുമ്പോൾ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് താല്പര്യമില്ല, ഇല്ല, അത്രേ ഉള്ളൂ. ഓക്കെ, ആ നോ പറയുമ്പോൾ, യെസ് പറയുമ്പോൾ കേൾക്കാൻ, ആക്സെപ്റ്റ് ചെയ്യുന്ന അതേ രീതിയിൽ നോ പറയുമ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് പറ്റണം. അത് പറ്റുന്നില്ലെങ്കിൽ അവരുടെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കുക, അല്ലാതെ നിങ്ങളുടെ പ്രശ്നമല്ല. ഓക്കെ, നിങ്ങൾക്ക് നോ പറയണം, നിങ്ങൾക്ക് റിജക്ട് ചെയ്യണമെന്ന് തോന്നിയാൽ റിജക്ട് ചെയ്യുക. അവിടെ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. സ്ട്രോങ് ബൗണ്ടറി ആളുകളായിട്ട് കീപ്പ് ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങൾ ആരോടൊക്കെ ഷെയർ ചെയ്യണം എന്ന് നിങ്ങൾ വേണം തീരുമാനിക്കാൻ. ഓക്കെ, ആരോടെങ്കിലും എന്തെങ്കിലും പറയണ്ട എന്ന് ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ ബാക്കി ആരെന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ പറയാൻ പാടില്ല. നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് ഷെയർ ചെയ്യേണ്ട, അവരിൽ നിന്നൊരു അകലം പാലിക്കണം തോന്നിയാൽ അത് അങ്ങനെ തന്നെ ചെയ്യാം. മറ്റൊരാളുടെ അഭിപ്രായത്തിന് അവിടെ എടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, വളരെ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക, വളരെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ പറയുന്നു. കാരണം നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറുന്ന ഒരു മാസമാണ് നവംബർ മാസം. അതിനുള്ള എല്ലാ അവസരങ്ങളും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ എത്ര ആത്മവിശ്വാസത്തോടെ ഈ അവസരങ്ങൾ ഉപയോഗിക്കുന്നു അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണാനായിട്ട് സാധിക്കുക. എപ്പോഴും ഓർക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാൻ യൂണിവേഴ്സ് ഒരു നിമിഷം മതി. ഓക്കെ, ആ ഒരു വിശ്വാസത്തോടെ കൂടെ, ആത്മവിശ്വാസത്തോടെ, ധൈര്യത്തോടെ മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 7-ാം തീയതി നിങ്ങൾക്ക് വളരെ നല്ല ഒരു ദിവസമായിരിക്കാം കേട്ടോ. നവംബർ മാസത്തിലെ, മെയ് മാസത്തിൽ നിങ്ങൾ ജനിച്ചത് മെയ് മാസത്തിലായിരിക്കാം. മൺസൂൺ സീസൺ, അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഇതിലേതെങ്കിലും നിങ്ങൾ ജനിച്ച മാസമാകാൻ സാധ്യതയുണ്ട്.
ലെറ്റർ യു നിങ്ങളുടെ പേരിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലെറ്റർ ജി, 18. ഓക്കെ, 18 എന്നുള്ള ഡേറ്റ്, 26, ഇതൊക്കെ നവംബർ മാസത്തിലെ പ്രധാനപ്പെട്ട തീയതികളാണ്. നിങ്ങളുടെ ജനന തീയതിയും ആകാം, അത് എക്സ്ട്രാ കൺഫർമേഷൻ ആണ് നിർത്തുക. പ്രധാനമായിട്ടും ഇവിടെ നവംബർ മാസത്തിലെ തീയതികളാണ് നോക്കുന്നത്. ലെറ്റർ സി, ഓക്കെ, അല്ലെങ്കിൽ സെഡ്. 16, ലെറ്റർ എൻ, 16. ഓക്കെ, ഇത്രയുമാണ് നിങ്ങൾക്കുള്ള ക്ലൂസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഗ്രൂപ്പ് 2 ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. ഇത്തവണ നമ്മൾ ടാരോ മന്ത്ലി ഗൈഡൻസ് ഇത്തിരി വ്യത്യസ്തമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓരോ ആഴ്ചയിലേക്കും എനർജി എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. റീഡിംഗ് എങ്ങനെയിരുന്നു, നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിച്ചോ, റെസിനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഫീഡ്ബാക്കിൽ അറിയിക്കുക. ഇനി ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് ഓർക്കണം. അപ്പോൾ മാക്സിമം റീഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. അതുപോലെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആയിട്ട് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിങ്ങൾക്കെല്ലാം നന്മകളും നേർന്നുകൊണ്ട് നിങ്ങൾക്ക് വളരെ നല്ലൊരു നവംബർ 2025 ആശംസിച്ചുകൊണ്ട് റീഡിംഗ് ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം. ഗ്രൂപ്പ് 3 നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ കാർഡാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ നവംബർ മാസത്തിലേക്കുള്ള ജനറൽ എപ്പോഴും ഓർക്കേണ്ട ഒരു നിർദ്ദേശം, യൂണിവേഴ്സിന്റെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ പേ അറ്റൻഷൻ, യുവർ ആൻസർ ഈസ് റൈറ്റ് ഹിയർ. അതായത് നിങ്ങൾ എന്ത് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ ഉത്തരങ്ങളാണ് യൂണിവേഴ്സിന് വേണ്ടത്, അത് നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ മൈൻഡ്ഫുൾ ആയിരിക്കുക, അറ്റൻറ്റീവ് ആയിരിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന സൈൻസ്, സിൻക്രണസിറ്റീസ്, ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യണം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കാരണം നിങ്ങൾ ചോദിക്കുന്ന പല ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങളുടെ കണ്ണിന്റെ മുന്നിലേക്ക് വരുന്നത് നവംബർ മാസത്തിലാണ്. ഓക്കെ, എല്ലാം നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ തന്നെ ഉണ്ടായിരിക്കുന്ന പറയണേ, അത് അന്വേഷിച്ച് പോണ്ടി വരില്ല. പക്ഷെ നിങ്ങൾ മൈൻഡ്ഫുൾ ആകുമ്പോഴാണ് നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഡിസ്ട്രാക്ഷൻസ് മാക്സിമം കുറയ്ക്കാൻ പറയുന്നു. ഓക്കെ, ഇനി ഗ്രൂപ്പ് 3ക്ക് പൊതുവെ നവംബർ മാസം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 3ക്ക് പൊതുവെ നവംബർ മാസം എങ്ങനെയായിരിക്കും? ഓക്കെ, ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബ്രേക്ക് ത്രൂ മൊമെന്റ് ഉണ്ടാകുന്നത് നവംബർ മാസം ആദ്യ ആഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് അത് എക്സ്പെക്ട് ചെയ്യാം. അത്തരത്തിലുള്ള ഒരു പുതിയ തുടക്കമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡൗൺലോഡ്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ക്ലാരിറ്റി നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ച്, നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു മേഖലയെ സംബന്ധിച്ചായിരിക്കാം, അല്ലെങ്കിൽ പൊതുവെ നിങ്ങളുടെ ജീവിതം എങ്ങോട്ട് എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ മാസം നവംബർ മാസം ആദ്യം തന്നെ എന്ന് നമുക്ക് കാണാം. ആദ്യ ആഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോട് പിന്നെ പറയുന്ന ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളോട് ഓവർ തിങ്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. നിങ്ങളിങ്ങനെ കാട് കയറി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അവസരങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട ഉത്തരങ്ങൾ ഉണ്ടായിരിക്കും, എല്ലാം ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ പറ്റില്ല, നിങ്ങൾക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ വളരെയധികം ഇങ്ങനെ നിങ്ങളുടെ മെന്റൽ സ്പേസിലാണ്, ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. അപ്പോൾ റിയാലിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പല മേഖലയിലും പല ഘട്ടങ്ങളിലും നിങ്ങൾക്ക് ഒരു സ്റ്റക്ക് എനർജി, ഓക്കെ, മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നവംബർ മാസത്തിലെ 2ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഓവർ തിങ്ക് ചെയ്തിട്ട്, ഓക്കെ, നിങ്ങളുടെ സ്ട്രെസ് കൊണ്ട് അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു എന്താ പറയണ്ടേ, ഓവർ എക്സൈറ്റഡ് ആയിട്ടും ആയിരിക്കാം,
എന്ത് ആക്ഷൻ എടുക്കണം, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെ ഡീൽ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു സ്റ്റക്ക്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ നിന്ന് പോകാൻ, ഒരു സ്റ്റക്ക് എനർജി നിങ്ങൾക്ക് അനുഭവപ്പെടാനായിട്ട് സാധ്യത കാണുന്നു. നിങ്ങളോട് പറയുന്നത് വളരെ ശ്രദ്ധ കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ മെന്റൽ സ്പേസിൽ നിന്ന് പുറത്തു വരിക. ഈ ഒരു 3D റിയാലിറ്റിയിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് സംബന്ധിച്ച് ക്ലാരിറ്റി കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഓവർ തിങ്കിങ് ടെൻഡൻസി, ആ മെന്റൽ സ്പേസിലായിരിക്കുന്ന ആ ഒരു ടെൻഡൻസിയിൽ നിന്ന് മാക്സിമം നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കണം. അതിനെ നിങ്ങൾ മാക്സിമം റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നും കൂടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഇനി നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ഗ്ലോ അപ്പ്, ഓക്കെ, നിങ്ങൾക്കൊരു എന്താ പറയണ്ടേ, സക്സസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു തരത്തിൽ നിങ്ങൾക്കൊരു അപ്ഗ്രേഡ്, അത് എനർജറ്റിക്കലി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ റിയാലിറ്റിയിലായിരിക്കാം, ഒരു അപ്ഗ്രേഡ് സംഭവിക്കുന്നുണ്ട് നവംബർ മാസത്തില്. പ്രത്യേകിച്ച് 3ാമത്തെ ആഴ്ചയിലാണ് കാണുന്നത് കേട്ടോ. അതിനാണ് അവിടെ ആ ഒരു ടൈമാണ് ഏറ്റവും അനുകൂലമായിട്ട് കാണുന്നത്. ആ ഒരു സമയത്ത് ഈ ഒരു എന്താ പറയണ്ടേ, അപ്ഗ്രേഡ് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളെ അത് വളരെ എക്സൈറ്റഡ് ആക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം കൂട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഒരു ഗ്ലോ അപ്പ്, നിങ്ങളുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിൽ പോലും ഒരു കാര്യമായ മാറ്റം ഈ ഒരു എന്താ പറയണ്ടേ, അപ്ഗ്രേഡ് കൊണ്ടുവരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. 4ാമത്തെ ആഴ്ചയിലേക്ക് എത്തുമ്പോൾ നിങ്ങളിപ്പോ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച്, അത് ഏതെങ്കിലും ഒരു മേഖലയിലായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിൽ പൊതുവെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസിൽ നിന്നെല്ലാം നിങ്ങൾ വളരെ വിജയകരമായി മറികടന്ന് നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് പാറ്റേൺസ്, അങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള എനർജീസിൽ നിന്ന് കംപ്ലീറ്റ്ലി റിലീസ് ചെയ്ത് അതിൽ നിന്നെല്ലാം സ്വാതന്ത്ര്യം ലഭിച്ച് ലൈഫിൽ മുന്നോട്ട് പോകുന്നു. ഓക്കെ, വളരെ എന്താ പറയാ, കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് ഈ 4ാമത്തെ ആഴ്ച, പ്രത്യേകിച്ച് നവംബർ അവസാനിക്കുന്ന അവസാനത്തെ ആഴ്ചയില് അത് വരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അപ്പൊ അങ്ങനത്തെ അവസരങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് വരുന്നത് എന്ന് കാണുന്നുണ്ട്. പെട്ടെന്നാണ് നിങ്ങളിലേക്ക് എത്തുന്നതെന്ന് കാണുന്നു. പക്ഷെ അവസരങ്ങൾ ഉപയോഗിക്കുക. കാരണം അതിലൂടെ നിങ്ങളുടെ ഇപ്പോഴത്തെ ചാലഞ്ചസിൽ നിന്നും നിങ്ങളുടെ എനർജി സ്പേസിലുള്ള നെഗറ്റീവ് എനർജീസ്, ലോ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലുള്ള എനർജീസ്, സിറ്റുവേഷൻസ്, തിങ്സ്, ഓക്കെ, മെമ്മറീസ്, ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി പുറത്തു കടക്കാനായിട്ട് ആ അവസരങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതിനെ വിട്ട് കളയാതിരിക്കുക. ഇനി കരിയറുമായി ബന്ധപ്പെട്ട നവംബർ മാസം എങ്ങനെയാകും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആദ്യ ആഴ്ചയിൽ തന്നെ നിങ്ങളെ കുറിച്ച് ചിലപ്പോൾ ചില നെഗറ്റീവ് ആയിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ ഉണ്ടെന്ന് കാണുന്നു. അതായത് നിങ്ങൾക്ക് ഈ കഴിവില്ല, നിങ്ങളെ കൊണ്ട് അങ്ങനെ പറ്റില്ല, ഇങ്ങനെ പറ്റില്ല, അങ്ങനത്തെ കുറെ ചിന്തകൾ ഉണ്ടെന്നായിട്ട് കാണുന്നുണ്ട്. അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തു കടക്കുന്ന ഒരാഴ്ചയാണ്. പ്രത്യേകിച്ച് നവംബർ ആദ്യ ആഴ്ചയിൽ നിങ്ങൾ പുറത്തു കടക്കുന്നുണ്ട്. ഓക്കെ, നവംബർ മാസത്തിൽ അത് സംഭവിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളെ ആരെങ്കിലും ചതിക്കുകയോ പറ്റിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസവഞ്ചന നിങ്ങൾ കരിയറിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഹീലിംഗ് കംപ്ലീറ്റ് ആകുന്നത് ഈ നവംബർ ആദ്യ ആഴ്ചയിലാണ്. നവംബർ ആദ്യ ആഴ്ചയോടുകൂടെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന്, അതിൽ നിന്ന് ഉണ്ടായ മുറിവുകളിൽ നിന്ന്, നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി പുറത്തു കടന്ന് നിങ്ങൾ അതിനെ എന്നേക്കുമായി ഉപേക്ഷിച്ച് പുറത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഹീലിംഗ് കംപ്ലീറ്റ് ആകുന്നതായിട്ട് കാണുന്നു. 2ാമത്തെ ആഴ്ചയിലേക്ക് എത്തുമ്പോൾ കരിയറിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റ് കൊണ്ടിരുന്ന, അതേസമയം വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അവസരം അല്ലെങ്കിൽ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു രീതിയിലാണ് ഇത് വരുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ ആ അവസരത്തിന് നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ഒരുപോലെ സന്തോഷവും സംതൃപ്തിയും എന്താ പറയാ, വളരെ നല്ല ഒരു മാറ്റം മൊത്തം നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റിയിലൂടെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരുപാട് വളർച്ച, ഒരുപാട് പുരോഗതി ഒക്കെ ഇതിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അനുഭവിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്.
അത് നവംബർ 2ാമത്തെ ആഴ്ചയിലാണ് ആ ഒരു അങ്ങനത്തെ ഓഫർ അല്ലെങ്കിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പ്രസന്റ് മൊമെന്റിലായിരിക്കാൻ യൂണിവേഴ്സ് നിങ്ങളോട് ആദ്യമേ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഈ മെന്റൽ സ്പേസിലേക്ക് പോകാതെ, ഈ ഒരുപാട് ചിന്തിച്ചു കൂടാതെ പ്രസന്റ് മൊമെന്റിലായിരിക്കാൻ പറയുന്നത് ഇത്തരത്തിലുള്ള അവസരങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കാണുന്നു, പിന്നെ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് കാത്തിരുന്ന, ഒരുപാട് കാലമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു നേടിയെടുക്കാൻ നിങ്ങൾ ഒരു ലക്ഷ്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഈ കരിയറിൽ നിങ്ങൾക്ക് നേടിയെടുക്കുന്നതും അത് നിങ്ങളുടെ ജീവിതത്തിന്റെ എന്നേക്കുമായി നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നതും 3ാമത്തെ ആഴ്ചയിലാണ്. ഓക്കെ, ആ ഒരു ലോങ് ടേം ബ്ലെസ്സിങ്, കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഇനിയുള്ള ജീവിതത്തിലേക്കുള്ള ഒരു വലിയ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുന്നത്, അത് നിങ്ങൾക്ക് ലഭിക്കുന്നത് 3ാമത്തെ ആഴ്ച, നവംബർ 3ാമത്തെ ആഴ്ചയിലാണ് അത് സംഭവിക്കുന്നതായിട്ട് കാണുന്നത്. ലോങ് ടേം ബ്ലെസ്സിങ്. ഓക്കെ, ഇപ്പൊ സ്ഥിരം ജോലിയിലല്ലാത്തവർക്കൊക്കെ അത് സ്ഥിരപ്പെടാൻ ഒരു സാധ്യത ഈ നവംബർ 3ാമത്തെ ആഴ്ചയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 4ാമത്തെ ആഴ്ചയിൽ എത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ വീണ്ടും ഒരു നേട്ടം, ഒരു വിജയം, ഓക്കെ, ഒരു സക്സസ്. കാരണം നിങ്ങളുടെ കരിയറിൽ തന്നെ ഒരു വലിയൊരു മാറ്റം വരുന്നതായിട്ട് കാണുന്നു. അതും ആ മാറ്റം കൊണ്ടുവരാൻ നിങ്ങളെ സഹായിക്കുന്ന അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലർക്ക് അങ്ങനെയാകാം. ചിലവർക്ക് ഈ ഒരു മാറ്റം, ഈ ഒരു എന്താ പറയണ്ടേ, ബ്രേക്ക് ത്രൂ സംഭവിക്കുന്നത് വഴി നിങ്ങളുടെ കരിയറിൽ കൂടുതൽ ഒരു ബാലൻസ്, ഓക്കെ, ഒരു സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞ, വളരെ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള, വളരെ ഒരു സമാധാനം നിറഞ്ഞ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങളുടെ കരിയറിന്റെ ഒരു അന്തരീക്ഷം മാറുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾ ഇപ്പൊ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി ഒരു സ്വസ്ഥതയും സമാധാനവും ഉള്ള ഒരു സമയത്തിലേക്ക് ഈ ഒരു ബ്രേക്ക് ത്രൂയിലൂടെ, ഈ ഒരു എന്താ പറയണ്ടേ, ചിലപ്പോൾ നിങ്ങളുടെ തന്നെ എന്തെങ്കിലും ഒരു നേട്ടമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നുന്ന ഒരു ഐഡിയ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഒരു അഡ്വൈസ്, ഒരു കമ്മ്യൂണിക്കേഷൻ, അതിൽ നിന്നാകാം, എന്ത് തന്നെ ആകാം. ഓക്കെ, അതൊരു തരത്തിലൊരു ഡൗൺലോഡ് എന്നുള്ള ഒരു എനർജിയാണ് എനിക്ക് കൂടുതൽ കിട്ടുന്നത്. അത് പക്ഷെ നിങ്ങൾ പ്രാവർത്തികമാക്കുമ്പോൾ അവിടെ നിങ്ങളുടെ കരിയറിൽ ഒരു ബ്രാൻഡ് ന്യൂ ബിഗിനിങ് ആണ് അതിലൂടെ സംഭവിക്കുന്നത്. ഓക്കെ, എനർജറ്റിക്കലി അവിടെ ഒരു ഷിഫ്റ്റ് ആണ് സംഭവിക്കുന്നത്. കൂടുതൽ ഒരു സ്വസ്ഥത സമാധാനം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലേക്കാണ് നിങ്ങൾ കരിയറിൽ കടക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയാണ് കാണുന്നത്. കരിയറിൽ പൊതുവെ വളരെ നല്ലൊരു സമയമായിട്ട് കാണുന്നു. ഈ പറഞ്ഞ പോലെ മൈൻഡ്ഫുൾ ആയിട്ടിരിക്കുക. ഓക്കെ, ഈ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് ഇരിക്കുക വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി കുടുംബ ബന്ധങ്ങള്, സൗഹൃദങ്ങള്, കൊളീഗ്സുമായിട്ടുള്ള ബന്ധങ്ങള്, ഓക്കെ, ഈ പറയുന്ന ബന്ധങ്ങളില് ഈ നവംബർ മാസം എങ്ങനെയാകും, ഈ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് പൊതുവെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ കുടുംബ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, കൊളീഗ്സ്, ഓക്കെ, അങ്ങനത്തെ കണക്ഷൻ, ഓക്കെ, ലവ് ലൈഫ് വെച്ച് ബാക്കിയെല്ലാ കണക്ഷനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ബാക്കിയെല്ലാ റിലേഷൻഷിപ്സ്. അതിൽ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ആഴ്ചയിൽ നിങ്ങൾ വളരെയധികം ഒന്ന് ശ്രദ്ധിക്കുക. എഗെയിൻ എന്താ, നിങ്ങൾ സുഹൃത്ത് എന്ന് കരുതുന്ന, അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു എന്ന് കരുതുന്ന ചിലവർക്ക് അതായിരിക്കില്ല അവരുടെ ഇന്റൻഷൻ. ഓക്കെ, അപ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളെ എന്താ പറയുക, ചൂഷണം ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്യാനൊക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. അവരുടെ ഒരു ബിഹേവിയർ, ആരുടെയെങ്കിലും, ഇപ്പം നിങ്ങളുടെ സുഹൃത്തിൻ്റെയോ കുടുംബത്തിലുള്ള ആരുടെയെങ്കിലും ഒക്കെ ഒരു ബിഹേവിയറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നു പറയില്ലേ, അത് നമുക്ക് എന്തോ അവർ സാധാരണ ചെയ്യുന്ന പോലെയല്ല, അല്ലെങ്കിൽ അവരിൽ ഒരു അകൽച്ചയുണ്ട്, അല്ലെങ്കിൽ അവരിൽ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതനുസരിച്ച് വേണം നിങ്ങൾ നിൽക്കാനായിട്ട്. ഓക്കെ, അതിനനുസരിച്ച് ഒരു ഡിസ്റ്റൻസ് ഇട്ടുകൊണ്ട് നിൽക്കാൻ പ്രത്യേകം പറയുന്നു. പിന്നെ ബന്ധങ്ങളിൽ എന്ത് ക്ലാരിറ്റി വേണമെങ്കിലും അത് ചോദിച്ച് സംസാരിച്ച് അത് നേടിയെടുക്കാൻ പറയുന്നു. നിങ്ങൾ സ്വയം അത് ചിന്തിച്ചെടുക്കരുത് എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും, ഇന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന രീതി അവരെന്നെ ഇങ്ങനെയാണ് കാണുന്നത്, അങ്ങനെയൊന്നും ചിന്തിച്ച് പോകരുത്. ചിലപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒരു എന്താ പറയാ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചില ബന്ധങ്ങൾ, ഈ പറയുന്ന ചില ബന്ധങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള
മാറ്റങ്ങൾ, ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സൗഹൃദങ്ങളെ അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ നിങ്ങളായി അക്സെപ്റ്റ് ചെയ്യുന്ന കൊളീഗ്സും ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആകാനും അവരുമായിട്ടൊക്കെ ഒരു സൗഹൃദം ഉണ്ടാകാനും അവരുമായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകാനും ഒക്കെ ഒരു സാധ്യത കാണുന്നു. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഈ പറയുന്ന ബന്ധങ്ങളിൽ ഏത് തരത്തിലുള്ള മാറ്റമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹം നിങ്ങളുടെ യാഥാർത്ഥ്യമായിട്ട് മാറാൻ, നിങ്ങൾക്ക് ഒരു സംതൃപ്തി അനുഭവിക്കാനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നവംബറിലത്തെ 2ാമത്തെ ആഴ്ചയിലാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റത്തിന് സാധ്യത കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ പുതിയ ചില സൗഹൃദങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് അത്രമേൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏതൊരു കാര്യം, ഓക്കെ, എന്തെങ്കിലും ചിലപ്പോൾ ഒരു ഹോബി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക കലാപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. അതേ സെയിം പാഷൻ ഉള്ള, അതേ സെയിം എന്താ പറയുക ഇഷ്ടമുള്ള ഈ പറയുന്ന കലാപരമായിട്ടുള്ള കഴിവുള്ള ആളുകളുമായിട്ട് കണക്റ്റഡ് ആവാനും, അങ്ങനെ പുതിയ ചില സൗഹൃദങ്ങൾ, ഈ പാഷൻ ആണ് അതിന്റെ ബേസ്, ഒരേ പാഷൻ ഉള്ളവർ, ഓക്കെ, ഒരേ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ, അങ്ങനെ ഉള്ള വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടാകാനായിട്ട് ഒരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, നവംബറിലെ 3ാമത്തെ ആഴ്ചയിലാണ് ഇത്തരത്തിലുള്ള ആളുകളെ ആയിട്ട് നിങ്ങൾ കണ്ടുമുട്ടാനും അല്ലെങ്കിൽ പരിചയപ്പെടാനും അങ്ങനെ അവിടുന്ന് ഒരു സൗഹൃദം തുടങ്ങാനൊക്കെ സാധ്യത കാണുന്നത്. അത് നിങ്ങൾക്ക് ആ ബന്ധങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും ഭാവിയിൽ. നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ, ഓക്കെ, പ്രത്യേകിച്ച് ആ പാഷനേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റില് കൂടുതൽ ഉയരങ്ങളിൽ എത്തുന്നതിനും കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതിനും എല്ലാം ഈ ഒരു കണക്ഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്ന് കാണുന്നു. ഇത് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ആ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു കലയിൽ ഒരു കരിയർ തന്നെ ഡെവലപ്പ് ചെയ്യാൻ ഇവരിലൂടെ നിങ്ങൾക്ക് സാധിക്കുമെന്നും കൂടെ കാണുന്നുണ്ട്. ഓക്കെ, ഭാവിയിൽ. അപ്പൊ അത്തരത്തിലുള്ള ബന്ധങ്ങളെ നിങ്ങൾ ഡെഫിനറ്റ്ലി പ്രോത്സാഹിപ്പിക്കണം എന്നും കൂടെ പറയുന്നു, പ്രത്യേകിച്ച് നവംബർ 3ാമത്തെ ആഴ്ചയിൽ വരുന്ന ബന്ധങ്ങളെ. ഇനി നമുക്ക് കാണുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരേ കാര്യത്തിൽ നടക്കുന്നതല്ല കേട്ടോ, ഒരേ ബന്ധങ്ങളിലല്ല, പക്ഷെ ഈ പറഞ്ഞ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് കാണുന്നത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എനർജി, ഓക്കെ, അതായത് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ സമാധാനം, ഈ ബന്ധങ്ങളിലൊക്കെ സമാധാനം നിലനിൽക്കുന്നതിന് വേണം നിങ്ങൾ മുൻതൂക്കം കൊടുക്കാനായിട്ട്. ആ സമാധാനം നിലനിൽക്കുന്നതിന് നിങ്ങൾ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് അത്യാവശ്യമാണെങ്കിൽ സൈലന്റ് ആയിട്ട് ഇരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ഇടുന്നതാണ് ആ ഒരു സമാധാനം നിലനിർത്തുന്നതിന് സഹായിക്കുമെങ്കിൽ ഡിസ്റ്റൻസ് ഇടുക ആ വ്യക്തികളുമായിട്ട്. അവിടെ ഒരു നിങ്ങൾക്ക് എന്തായാലും ആദ്യം തോന്നുക ഈ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കാണുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് അവിടെ ആർഗ്യൂ ചെയ്യണം എന്നാണ് തോന്നുക. അത് പിന്നെ തർക്കങ്ങളിലേക്ക്, വലിയ വലിയ തർക്കങ്ങളിലേക്കും വഴക്കുകളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സമാധാനത്തിന്, നിങ്ങളുടെ മനസ്സിന്റെ സമാധാനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് വേണം നിങ്ങൾ ആ ഒരു സന്ദർഭത്തിൽ ഒരു തീരുമാനത്തിലെത്തണം, എങ്ങനെ പ്രതികരിക്കണം എന്നതിനെ സംബന്ധിച്ച് തീരുമാനിക്കാൻ എന്ന് പ്രത്യേകം പറയുന്നു. ഓക്കെ, പലരും നിങ്ങളെ ട്രിഗർ ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾ എല്ലാവരും ആ ട്രിഗർ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാനായിട്ട് പാടില്ല, അത് മനസ്സിലാക്കുക. ഓക്കെ, പലരും നിങ്ങളുടെ ഒരു ബിഹേവിയറിൽ അവർ ട്രിഗേർഡ് ആകുന്നത് കൊണ്ടാണ് അവരൊരു പ്രത്യേക രീതിയിൽ നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നിങ്ങളുടെ ഭാഗത്തല്ല പ്രശ്നം എന്ന് മനസ്സിലാക്കുക, അത് അവർക്ക് അവരുടെ ഉള്ളിലുള്ള ഹീൽഡ് അല്ലാത്ത വൂൺസ്, ഓക്കെ, അവരുടെ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ട്രിഗേർഡ് ആകുന്നതിന്റെ ഫലമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെ ഓരോ സന്ദർഭത്തിനെയും ഇതേ രീതിയിൽ കണ്ടുകൊണ്ട് അവിടെ നിങ്ങളുടെ മനസ്സിന് നിങ്ങളുടെ സമാധാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം അവിടെ പ്രതികരിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കാൻ. ഓക്കെ, പ്രത്യേകിച്ച് നവംബറിലത്തെ അവസാനത്തെ ആഴ്ചയിലാണ് ഇങ്ങനെ ഒരു സന്ദർഭം, ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോകാനായിട്ട് സാധ്യത. വളരെ സംയമനത്തോടെ, വളരെ മെച്ചോർഡായിട്ട്, പക്വതയോടെ ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങളോട് പറയുന്നുണ്ട്. ഇനി റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, അതായത് നിങ്ങൾ വിവാഹം കഴിഞ്ഞവരായിരിക്കാം, സിംഗിൾ ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ളവരായിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ലവ് ലൈഫുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു നവംബർ മാസത്തിലെ നിങ്ങളുടെ അനുഭവങ്ങൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ നോക്കാം. ഓക്കെ, ഈ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലുള്ള ആളാണ്, മാരീഡ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിന്റെ ഇടയിൽ വളരെ ഒരു സ്ട്രോങ് ബോണ്ടിങ് സംഭവിക്കുന്നതായിട്ട് കാണുന്നു. ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ അടുപ്പം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് ഒരുമിച്ച് ഒരുപാട് സമയം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നു. നിങ്ങൾ ഒരുമിച്ചുള്ള സമയങ്ങൾ നിങ്ങൾ കൂടുതൽ ആസ്വദിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു.
ആ ഒരു കണക്ഷൻ വളരെ സ്ട്രോങ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇടയിലുള്ള ആ ഒരു കണക്ഷൻ വളരെ വളരെ സ്ട്രോങ് ആവുന്നതായിട്ട് കാണുന്നു. നിങ്ങളൊരു പെർഫെക്റ്റ് ഗ്രൂപ്പ് ആവാണ്, ആ പെർഫെക്റ്റ് ടീം ആവാണ് അവിടെ. ഓക്കെ, പരസ്പരം അങ്ങനെ സപ്പോർട്ട് ചെയ്ത് മനസ്സിലാക്കി അങ്ങനെ ഒരുമിച്ച് വളരെ കൂടെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു കെമിസ്ട്രി ഒക്കെ വളരെ കൂടുന്നതായിട്ട് കാണുന്നു. പിന്നെ 8 ഓഫ് വാണ്ട്സ് ആണ് നമുക്ക് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേരും ഒരുമിച്ച് നിങ്ങൾ മാത്രമായിട്ട് യാത്രകൾ ചെയ്യാനൊക്കെ അവസരം കിട്ടുന്നുണ്ട്. യാത്രകൾ ചെയ്യുന്നതായിട്ട് കാണുന്നു. ഈ യാത്രകള് അല്ലെങ്കിൽ ഈ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന സമയങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ നിങ്ങളെ അടുപ്പിക്കുന്നതായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കുന്നതായിട്ടും കൂടുതൽ ഹെൽത്തി ആക്കുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കുന്നു. കാരണം ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ നിങ്ങൾ വീണ്ടും വീണ്ടും പരസ്പരം ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ് നിങ്ങൾക്ക്. ഓക്കെ, കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പൊ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൂടുതൽ ഹെൽത്തി ആക്കുകയാണ്. നമ്മുടെ കൂടുതൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് അത് മാറുന്നു. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ട് മാറുന്നു. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അതില് മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആദ്യ ആഴ്ചകളിലാണ് നമുക്ക് ഈ ഒരു എനർജി പ്രത്യേകിച്ച് കിട്ടുന്നത്. ഇനി നിങ്ങൾ സിംഗിൾ ആയിട്ട് ആണെങ്കിൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ പാർട്ട്നേഴ്സിനെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് അലൈൻഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഒരു എന്താ പറയാ ഒരു പൊട്ടൻഷ്യൽ, ഓക്കെ, ആ ഒരു വ്യക്തിയുമായിട്ട് ചിലപ്പോൾ ഒരാളായിരിക്കും അല്ലെങ്കിൽ ഒന്ന് കൂടുതൽ ഉണ്ടായിരിക്കാം. അവരുമായിട്ട് നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് പോസിബിൾ ആണ്. അങ്ങനെ അതുകൊണ്ടാണ് പൊട്ടൻഷ്യൽ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളെ പ്രത്യേകിച്ച് യാത്രക്കിടയിലോ അല്ലെങ്കിൽ യാത്ര ചെയ്ത് പോകുന്ന സ്ഥലത്തോ ഒക്കെ കണ്ടുമുട്ടാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. പൊതുവെ നിങ്ങളുടെ എനർജി വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്യൂട്ടേഴ്സ്, ഓക്കെ, ഒരുപാട് പേര് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്ന ഒരു മാസമാണ് നവംബർ മാസം. ഓക്കെ, അതിൽ നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണറും ഉണ്ടാകും എന്നും കൂടെ കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് അതായത് ആരോടൊപ്പമാണ് നിങ്ങൾ ഈ ഒരു ജീവിതം, ഈ ഒരു ലൈഫ് ടൈം ഒരുമിച്ച് ജീവിക്കേണ്ടത്, ആ വ്യക്തിയും ഈ പറയുന്ന സ്യൂട്ടേഴ്സിൽ ഒരാളായിരിക്കും എന്നും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അവർ കുറച്ചുകൂടെ മെച്ചോർ ആയിരിക്കും, അവർ വളരെ സ്റ്റേബിൾ ആയിരിക്കും എന്ന് കാണുന്നു. അവരുടെ ലൈഫിലും അവരുടെ കരിയറിലൊക്കെ വളരെ സ്റ്റേബിൾ ആയിരിക്കും. കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, ഓക്കെ, ഒരു വിശ്വാസ്യതയുള്ള ഒരു വ്യക്തി, ഒരു മെച്ചോർഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നാണ് കാണുന്നത്. അപ്പോൾ അവരെ നിങ്ങൾ ഈ പറയുന്ന പോലെ അവരും നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങളുടെ എനർജി വളരെ വളരെ അട്രാക്റ്റീവ് ആയി നിൽക്കുന്ന ഒരു സമയമാണ്. നമുക്ക് 9 ഓഫ് പെന്റക്കിൾസ് ആക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സിംഗിൾ ആണെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നവംബറിലത്തെ രണ്ടാമത്തെ ആഴ്ചയിലാണ് പ്രധാനമായിട്ടും, അതായത് 3-4 ആഴ്ച, രണ്ടാം പകുതിയിൽ 3-4 ആഴ്ചയിലാണ് ഈ പറയുന്ന നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ പൊതുവേ ഇനി റിലേഷൻഷിപ്പിൽ നമുക്ക് പൊതുവേ ഒരു നല്ല ഒരു എനർജിയാണ് കിട്ടുന്നത്. ഓൾറെഡി റിലേഷൻഷിപ്പിൽ ഉള്ളവർ കൂടുതൽ അടുക്കുന്നതായിട്ട് കാണുന്നു. ബന്ധങ്ങൾ കൂടുതൽ സ്ട്രോങ് ആവുന്നതായിട്ട് കാണുന്നു. ഓക്കെ, പരസ്പരം കൂടുതൽ അട്രാക്റ്റഡ് ആകുന്നതായിട്ട് കാണുന്നു. പരസ്പരം കൂടുതൽ മനസ്സിലാക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഒരു എന്താ പറയുക, ആ ഒരു വിശ്വാസത, പരസ്പരം ഇടയിലുള്ള വിശ്വാസത കൂടുന്നതും ആ ഒരു ബോണ്ടിങ് വളരെ സ്ട്രോങ് ആവുന്നതും ഒക്കെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി സിംഗിൾ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ പൊട്ടൻഷ്യൽ പാർട്ട്നേഴ്സ്, ഒരുപാട് പേര് പൊട്ടൻഷ്യൽ പാർട്ട്നേഴ്സിനെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണറും ഉണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ആയിരിക്കും പൊതുവെ ലവ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി നിങ്ങളുടെ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ നവംബർ മാസം എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. സാമ്പത്തിക നിലയുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 3യുടെ നവംബർ മാസം എങ്ങനെയായിരിക്കും? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക ഉയർച്ച തരുന്ന അല്ലെങ്കിൽ അത് കൊണ്ടുവരാൻ സാധിക്കുന്ന തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് ഈ നവംബറിലെ ആദ്യ ആഴ്ചയിൽ തന്നെ വരുന്നതായിട്ട് കാണുന്നു. അങ്ങനത്തെ അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നു. ചില വ്യക്തികളുമായിട്ടുള്ള സംഭാഷണത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ തന്നെ സ്വയം വായിച്ചറിയുന്നതോ ഒക്കെ ആയിരിക്കാം ഇങ്ങനത്തെ ഒരു
ഈ സൈഡ് ഇൻകം, ഓക്കെ, സൈഡ് ഹസിൽ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാനുള്ള ശരിയായ മാർഗങ്ങൾ, ഓക്കെ, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മാർഗങ്ങളെ കുറിച്ച് നിങ്ങൾ അറിയുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു വാർത്ത ഈ പറയുന്ന പോലെ നവംബർ ആദ്യ വാരത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഒരു സാധ്യത കാണുന്നു. പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ചയാവാൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്, അത് കൃത്യമായിട്ട് നിങ്ങൾ അവിടെ ഓവർ എക്സൈറ്റഡ് ആയിട്ട് നിങ്ങൾ പിന്നെ പണമിടപാടുകൾ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ മുന്നും പിന്നും നോക്കാതെയുള്ള ചെലവാക്കലുകളൊക്കെ നിങ്ങളൊന്ന് നിയന്ത്രിക്കേണ്ടതാണ്. അല്ലെങ്കിൽ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ സാമ്പത്തികമായിട്ട് ഒരു ഞെരുക്കം നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളോട് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് വരാതിരിക്കണമെങ്കിൽ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പൈസ ചെലവാക്കുക. ഓക്കെ, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ആയിട്ട് പൈസ ചെലവാക്കുക. നിങ്ങളുടെ ബജറ്റിനനുസരിച്ചിട്ടുള്ള എക്സ്പെൻസ് അതിലേക്ക് കൂടാതെ നോക്കാൻ പറയുന്നു. മാക്സിമം സേവ് ചെയ്യാനായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട്. കാരണം അങ്ങനെ ചെയ്തു പോകുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു എന്താ പറയാ, ആ ഒരു പണവുമായിട്ടുള്ള നിങ്ങളുടെ എനർജി അലൈൻഡ് ആകുന്നതും കൂടുതൽ പണത്തിനെ നിങ്ങളുടെ ലൈഫിലേക്ക് ആകർഷിക്കാൻ സാധിക്കുന്നതും. ഓക്കെ, ആ ഒരു സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എടുത്ത് കളയണം. കാരണം രണ്ടാമത്തെ ആഴ്ചയിൽ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് കൂടുതൽ പണം നിങ്ങളിലേക്ക് ആദ്യ ആഴ്ചയിൽ എത്തുന്നുണ്ടായിരിക്കാം. അപ്പൊ അവിടെ പൈസ കൂടുമ്പോൾ അവിടെ ഒരു എന്താ പറയാ, അയ്യോ ഇതൊക്കെ ചെലവാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്ത് ചെലവാക്കാൻ പാടില്ല എന്ന് വെച്ചിട്ട് കൂടുതൽ പിശുക്ക് വരിക, കൂടുതൽ മുന്നത്തെക്കാളും പൈസ വളരെ ചുരുക്കി ചെലവാക്കുക. ഓക്കെ, അവിടെ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് ആണ്. എന്തുകൊണ്ടാണ്? അതായത് ഇനി പൈസ വരില്ല, ഇതിൽ കൂടുതൽ പൈസ എൻ്റെ ലൈഫിലേക്ക് വരാൻ എനിക്ക് സാധ്യതയില്ല എന്നുള്ള നിങ്ങളുടെ സബ് കോൺഷ്യസ് ബിലീഫാണ് നിങ്ങളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നത്. അപ്പോ അങ്ങനെ ഉണ്ടാവാൻ ഒരു സാധ്യത വളരെ വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. അത് പാടില്ല. നിങ്ങൾക്ക് വേണ്ടുന്ന വസ്തുക്കൾ, ഓക്കെ, ന്യായമായിട്ടുള്ള ചെലവുകളുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെലവുകളുണ്ട്, ധൂർത്തിനല്ല പറയണേ. അങ്ങനെ പണം ചെലവഴിക്കണം. നിങ്ങളുടെ ഇപ്പോഴുള്ള അതുവരെ ഉണ്ടായിരുന്ന ജീവിത രീതിയിൽ നിന്നും നിങ്ങൾ മുകളിലോട്ട് പോകാണ് വേണ്ടത്. ഓക്കെ, അത് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ച് മുകളിലോട്ട് പോകുക, പക്ഷെ ഒരിക്കലും താഴോട്ട് പോകാനായിട്ട് പാടില്ല. അപ്പൊ അതാണ് നിങ്ങൾ അവിടെ ചെയ്യേണ്ടത്. ഓക്കെ, വളരെ ആത്മവിശ്വാസത്തോടെ ആ ഒരു ജീവിത രീതിയിൽ ഒരു പ്രോഗ്രസ് കൊണ്ടുവരാൻ, ആ ലൈഫ് സ്റ്റൈലിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് കൊണ്ടുവരാനാണ് നിങ്ങളോട് പറയുന്നത്. അത് രണ്ടാമത്തെ ആഴ്ചയിൽ നിങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാണ്ട് കൂടുതൽ പിശുങ്ങാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും, അത് ചെയ്യാൻ പാടില്ല. അത് ചെയ്യുമ്പോൾ പൈസ പിന്നെയും പിന്നെ നഷ്ടമാവുകയാണ് ചെയ്യുക, വരികയല്ല ചെയ്യുക. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ആഴ്ചയിൽ വീണ്ടും ഈ ഒരു എനർജി വീണ്ടും വീണ്ടും സ്ട്രോങ് ആവുന്നു. അതായത് പൈസ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുമ്പോൾ ചെലവിന് അതിനനുസരിച്ച് മാറ്റം ഉണ്ടാവും. മുന്നത്തേക്കാളും ചെലവ് കൂടാം അല്ലേ? പക്ഷെ അത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനിൽ അതിനനുസരിച്ച് മാറ്റം വരുന്നുണ്ട്. പക്ഷേ പൈസ ഇത്രയും പൈസ ചെലവായി, ഇത്രയും പൈസ ചെലവായി, അതിന്റെ ഒന്നും ആവശ്യമില്ല, അതില്ലാണ്ട് നമ്മൾ ജീവിച്ചിരുന്നതല്ലേ, ഇങ്ങനത്തെ ചിന്തകളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് വരാൻ ഒരു സാധ്യത വീണ്ടും കാണുന്നുണ്ട്. ആ എന്താ പറയാ, സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് ഇങ്ങനെ കൂടുതൽ കൂടുതൽ നിങ്ങളെ ട്രിഗർ ചെയ്യുന്നതായിട്ട് കാണുന്നു. അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടന്നിരിക്കണം. ഓക്കെ, അത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സിനെ ഒരിക്കലും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പാടില്ല. നിങ്ങൾ അങ്ങനത്തെ ചിന്തകൾ വരുമ്പോൾ നിങ്ങൾ പറയേണ്ടത്, ശരിയാണ്, മുന്നേ അതില്ലാതെ ഞാൻ ജീവിച്ചിരുന്നു, പക്ഷെ ഇത് ഞാൻ ആഗ്രഹിച്ച കാര്യമാണ്, ഇതെനിക്കിപ്പോൾ എനിക്കത് അഫോർഡ് ചെയ്യാൻ സാധിക്കും, എൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് എനിക്കിത് വാങ്ങാനായിട്ട് സാധിക്കും, അവിടെ എനിക്ക് യാതൊരു തരത്തിലുള്ള നഷ്ടം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം വാങ്ങാനായിട്ടുള്ള ഒരു സാമ്പത്തിക ശേഷി എനിക്ക് ഉണ്ടാവുകയാണ് ചെയ്തത്, അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു, യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. അങ്ങനെ നിങ്ങൾ അതിനെ ആ നെറേഷൻ നിങ്ങൾ മാറ്റിയെടുക്കണം. നിങ്ങളുടെ സബ് കോൺഷ്യസിലുള്ള ആ ഒരു നെറേഷൻ മാറ്റിയെടുക്കുക. ഓക്കെ, പൈസ ചെലവാകുന്നു എന്നുള്ള ഭയം മാറ്റിയിട്ട് എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ വാങ്ങാനായിട്ട് എൻ്റെ സാമ്പത്തിക ശേഷി ഉയർന്നു എന്നുള്ള ചിന്തയിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ നെറേഷനെ നിങ്ങൾ മാറ്റിയെടുത്തേ പറ്റൂ. ആ നെഗറ്റീവ് തോട്ട്സിലേക്ക് തന്നെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും സാമ്പത്തികമായിട്ടൊരു സ്റ്റക്ക് എനർജിയിലാവും. ഓക്കെ, ആ ഒരു സാമ്പത്തിക പുരോഗതി വന്നു തുടങ്ങിയത് അല്ലെങ്കിൽ ആ വളർച്ച വന്നു തുടങ്ങിയത് അവിടെ നിൽക്കും. അപ്പൊ അത് ചെയ്യാതിരിക്കാൻ പറയുന്നുണ്ട്. നാലാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ വീണ്ടും നിങ്ങൾക്കൊരു ആത്മവിശ്വാസം കൂടുന്നതായിട്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ഇവിടെ ആ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ, നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ഞാൻ ഈ പറഞ്ഞ പോലെ നെറേഷനിൽ ഷിഫ്റ്റ് കൊണ്ടുവരുമ്പോഴാണ് നാലാമത്തെ ആഴ്ചയിൽ നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് വളരെ എന്താ പറയണ്ടേ, കാൽക്കുലേറ്റഡ് ആയി നിങ്ങൾ പണം ചെലവാക്കുകയും നിങ്ങളുടെ ലൈഫിൽ അതിനനുസരിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരികയും അതിൽ വളരെ ആത്മവിശ്വാസത്തോടെ ആ ഒരു ഷിഫ്റ്റ്, ആ ഒരു സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള മാറ്റത്തിനെ സ്വീകരിച്ച് അതുമായി നിങ്ങളുടെ ലൈഫിനെ എന്താ പറയുക അലൈൻ ചെയ്യിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു എന്താ പറയണ്ടേ, കോൺഫിഡൻസ് നിങ്ങൾക്ക് എത്തുന്നത് ഈ നറേഷൻ മാറ്റുന്നതിലൂടെയാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടെ ഒരു സോളിഡ് ഫൗണ്ടേഷൻ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയണ്ടേ ബേസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഉള്ള ബേസിൽ നിന്ന് അത് ഉയരാനായിട്ട് ഒരു സാധ്യത വളരെ, ആ ഉയർന്ന ആ വരുന്ന ഉയർച്ചയെ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ
ഡെഫിനറ്റ്ലി അവിടെ ഒരു പ്രോഗ്രസ് നമുക്ക് ആദ്യ ആഴ്ചയിൽ തന്നെ കാണുന്നുണ്ട്. അതിനുള്ള അവസരങ്ങൾ വരുന്നതായിട്ട് കാണുന്നു. ആ അവസരങ്ങൾ കൃത്യമായി ഉപയോഗിക്കുമ്പോൾ തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഈ നറേഷൻ, ഈ നെഗറ്റീവ് സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ വളരെ പോസിറ്റീവായിട്ട് ആ ഒരു വരുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ആ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു സോളിഡ് ആയിട്ട് പെർമനന്റ് ആയിട്ടുള്ള ഒരു മാറ്റം നവംബറിലെ അവസാനത്തെ ആഴ്ച തൊട്ട് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അത് നിങ്ങളുടെ ആത്മവിശ്വാസം ഒരുപാട് കൂട്ടുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ചിലവർക്ക് ഈ പറയുന്ന പോലെ അവസരങ്ങളാണ് വരുന്നത്. അപ്പൊ ആ അവസരങ്ങൾ ഉപയോഗിക്കുക. അപ്പൊ അവിടെ അയ്യോ ഈ അവസരങ്ങൾക്ക് ഉപയോഗിക്കുന്നെങ്കിൽ ഉള്ള പൈസ കൂടെ പോയാലോ അങ്ങനെ ചിന്തിക്കാതെ ഇതെനിക്ക് വന്നിട്ടുള്ള അവസരമാണ്, ഇതെനിക്ക് ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഉയർച്ച കൊണ്ടുവരാനുള്ള അവസരമാണ് എന്ന് മനസ്സിലാക്കി ആ ബോധ്യത്തോടെ അതിനെ ഉപയോഗിക്കുക. അതിനുവേണ്ടി അതിൽ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ എടുക്കണോ, എന്തൊക്കെ ആക്ഷൻ എടുക്കണോ അതൊക്കെ എടുക്കുക. അങ്ങനെ മുന്നോട്ട് പോകുക. ചെലവാക്കുന്ന പൈസയിൽ ഇങ്ങനെ ഇത്ര പൈസ ചെലവായി ചിന്തിക്കാതെ ഇത് ചെലവാക്കുന്നത് ന്യായമായ കാര്യങ്ങൾക്കാണ് ചെലവാക്കുന്നത്, അതിലൂടെ ഉയർച്ചയാണ് ഉണ്ടാക്കുന്നത്, അതിലൂടെ കൂടുതൽ പണത്തിനെയാണ് ആകർഷിക്കുന്നത് എന്ന ബോധ്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ അതിനനുസരിച്ച് നവംബർ ലാസ്റ്റ് വീക്കോട് കൂടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ പെർമനന്റ്ലി ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ചിലവർക്ക് പണമായിട്ട് തന്നെയാണ് വരുന്നത്. ആ പണം വരുമ്പോൾ ആ പണത്തിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയാണ് പിന്നെ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കേസ്. അതായത് അപ്പൊ പണത്തിനെ പിശുങ്ങി ചെലവാക്കാനായിട്ട് ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ ആ പൈസയിൽ നിന്ന് ഇത് ചെലവാക്കുമ്പോൾ ജീവിത രീതിയിൽ കുറച്ചൊരു പോസിറ്റീവായി മാറ്റം കൊണ്ടുവരുമ്പോൾ അതിന്റെ ആവശ്യമുണ്ടോ അല്ലെ ആവശ്യമില്ല, പഴയ പോലെ ഇരിക്കുക അല്ലെങ്കിൽ പഴയതിനേക്കാളും കുറച്ചും കൂടി ചുരുക്കി ജീവിക്കാം എന്നുള്ള ഒരു ടെൻഡൻസി, അതെല്ലാം ഈ പറയുന്നത് അതൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങളുടെ കയ്യിലുള്ള പണത്തിനെ കൂടെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാല് നിങ്ങൾ അവിടെ വളരെ പോസിറ്റീവായിട്ട് വളരെ എന്താ പറയാ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റും ഒക്കെ റിലീസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ പെർമനന്റ് ആയിട്ട് ഒരു പോസിറ്റീവ് ഷിഫ്റ്റും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ പെർമനന്റ് ആയിട്ട് ഒരു പോസിറ്റീവ് ഷിഫ്റ്റും നവംബർ ലാസ്റ്റ് വീക്ക് തൊട്ട് ലാസ്റ്റത്തെ ആഴ്ച തൊട്ട് നിങ്ങൾക്ക് അത് അനുഭവത്തിൽ വരുന്നതാണ് എന്നും കൂടെ കാണുന്നു. ഇനി എന്താണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് നോക്കാം. നവംബർ മാസത്തിലേക്ക് ഗ്രൂപ്പ് 3ക്കുള്ള ഗൈഡൻസ് എന്താണ്? കഴിഞ്ഞു പോയ സ്ഥലത്ത് തന്നെ വിട്ടിട്ട് പുതിയ കാര്യങ്ങളെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാകാനാണ് നിങ്ങളോട് നവംബർ മാസത്തിൽ പറയുന്നത്. കണ്ടോ? ഫുൾ എനർജിയിലാകുക, യൂണിവേഴ്സിനെ കംപ്ലീറ്റ്ലി വിശ്വസിക്കുക. കഴിഞ്ഞ കാലങ്ങൾ അവിടെ തന്നെ നിർത്തുക. അതിനെ ഇപ്പോഴത്തെ കാലത്തിലേക്ക് നിങ്ങളുടെ പ്രസന്റ് മൊമെന്റിലേക്കോ ഭാവിയിലേക്കോ കൂട്ടിക്കൊണ്ട് പോകേണ്ടതില്ല. അത് കഴിഞ്ഞു പോയതാണ്. അതിന് ഇനി നിങ്ങൾ ഫോക്കസ് ചെയ്യാതെ ഇപ്പോഴത്തെ കാലത്തിലേക്ക് ഫോക്കസ് ചെയ്യുക, മുന്നോട്ട് പോകുക. ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ ആയിരിക്കാൻ പറയുന്നുണ്ട്. ഓരോ മാറ്റങ്ങളും ഓരോ കാര്യങ്ങളും നിങ്ങളുടെ സംഭവിക്കുന്നത് നിങ്ങളുടെ എന്താ പറയണ്ടേ ജീവിതത്തിൽ ഈ നവംബർ മാസത്തിൽ സംഭവിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മാറ്റങ്ങളാണ്. അതിലൂടെ കടന്നു പോകാൻ നിങ്ങൾക്ക് ഇപ്പോൾ പ്രാപ്തിയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മാറ്റങ്ങളെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ പറയുന്നു. എടുത്തു ചാടി ഒരു തീരുമാനങ്ങൾ എടുക്കുക, എടുത്തു ചാടി ആക്ഷൻസ് എടുക്കുക, അത് പാടില്ല. കുറച്ചൊന്ന് സിറ്റുവേഷനെ കുറിച്ച് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ആക്ഷൻ ആണ് എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് ആക്ഷൻ എടുക്കുക. ഒരു പ്ലാനിങ് വേണം. ഒരു പ്ലാനും ഇല്ലാതെ മുന്നും പിന്നും നോക്കാതെയുള്ള ആക്ഷൻസ് എടുക്കല് അല്ലെങ്കിൽ എന്താ പറയണ്ട തീരുമാനങ്ങൾ എടുക്കല് അത് പാടില്ല. അത് കഴിവതും ഒഴിവാക്കാനായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ ഡൗൺലോഡ്സ്, ഓരോ എന്താ പറയണ്ട ബ്രേക്ക് ത്രൂ മൊമെന്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് നവംബർ മാസത്തിൽ. അതിനെല്ലാം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാൻ പറയുന്നു. നിങ്ങൾക്ക് കിട്ടുന്ന ചില ക്ലാരിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ചില ഡൗൺലോഡ്സ് ഇൻ ജനറൽ അത് വളരെ വാല്യൂബിൾ ആണ്. ആ ഡൗൺലോഡ്സുമായിട്ട് നിങ്ങൾ അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓരോ വിജയങ്ങളിലും സന്തോഷിക്കാൻ പറയുന്നതായിട്ട് ഞാൻ കേൾക്കുന്നു. അതെത്ര ആ വിജയത്തിന്റെ വലിപ്പച്ചെറുപ്പം നോക്കരുത്. നിങ്ങളെ സംബന്ധിച്ച് വിജയമാണെങ്കിൽ അതിനെ ഡെഫിനറ്റ്ലി നിങ്ങൾ ആഘോഷിക്കണം. ഇനി നമുക്ക് ചാരിയറ്റ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ആത്മവിശ്വാസത്തോടെ, എത്ര ആത്മവിശ്വാസത്തോടെ ആത്മധൈര്യത്തോടെ നിങ്ങൾ നിങ്ങളിൽ തന്നെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു, അത്രയും നിങ്ങളുടെ ലൈഫിൽ പ്രോഗ്രസ് ഒരു എന്താ പറയണ്ടേ ഒരു പുരോഗതി നിങ്ങൾക്ക് ഈ നവംബർ മാസത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും. അത്രയും നിങ്ങൾ ആ ലൈഫിലെ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ടും സാധിക്കും. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസസ്. ഇനി നമുക്ക്
ക്ലൂസ് ആണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീയതികളാണ് 14, 13. ഇതിൽ നിങ്ങളുടെ ജനന തീയതി ഉണ്ടാവട്ടോ, അതൊരു എക്സ്ട്രാ കൺഫർമേഷൻ ആണ്. സെപ്റ്റംബർ മാസം. ഓക്കെ, നിങ്ങൾ ജനിച്ച മാസം സെപ്റ്റംബർ മാസം ആയിരിക്കാം. ഇനി സ്പ്രിംഗ് സീസൺ വന്നിട്ടുണ്ട്. സ്പ്രിംഗ് എന്ന് പറയുമ്പോൾ മെയ് വരെയുള്ളത്, മാർച്ച് മുതൽ മെയ്, മാർച്ച് ഏപ്രിൽ മെയ് ആ മാസങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾ ജനിച്ച മാസമായിരിക്കാം. സാജിറ്റേറിയസ്. ഓക്കെ, സാജിറ്റേറിയസ് പ്ലേസ്മെന്റ്. നിങ്ങൾക്ക് സൺ മൂൺ റൈസിംഗ് സാജിറ്റേറിയസ് പ്ലേസ്മെന്റ് ഉണ്ടാകാം. 28 നവംബർ 28 നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നു. ലെറ്റർ ടി നിങ്ങളുടെ പേരിൽ ഉണ്ടാകാം. 17 ജെമിനി പ്ലേസ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടാകാം എന്ന് കാണുന്നു. അതുപോലെ തന്നെ ഓട്ടം ഫോൾ സീസൺ, അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളാണ്. അത് തന്നെയാണ് ഇവിടെയും നമുക്ക് സെപ്റ്റംബർ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മാസങ്ങളിൽ നിങ്ങൾ ജനിച്ച മാസം ആയിരിക്കാം. അതുപോലെ തന്നെ ഈ ഓട്ടം ഫോൾ സീസൺ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഒരു ആദ്യ വാരം അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഒക്കെ ഈ ഓട്ടം ഫോൾ സീസണിൽ വരുന്നതാണ്. വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കാണുന്നു. അപ്പോൾ ഈ നവംബറിലത്തെ ആദ്യ ഫസ്റ്റ് ഹാഫ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണെന്ന് കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിങ്ങിലൂടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരാണെന്ന് നിങ്ങൾക്ക് വളരെ നല്ലൊരു നവംബർ 2025 ആശംസിക്കുന്നു. താങ്ക് യു.